Good morning. Happy morning. Namaste. Namaskaram. Suprabhatam. Yes, welcome to 21 Days Magic Manifestation Friday Bootcamp. Swagatham. Yes, മൂത്തിൽ പുഞ്ചിരണ്ട് എല്ലാവരും. ഗ്രേറ്റ്, സൂപ്പർ. വെള്ളം കുടിച്ചല്ലോ അല്ലേ എല്ലാവരും? വാട്ടർ ബോട്ടിൽ വെള്ളം കുടിച്ച ആൾക്കാരുണ്ടെങ്കിൽ തംസുപ്പ് കാണിക്കുക, കുടിക്കാത്ത ആൾക്കാർ പെട്ടെന്ന് വെള്ളം കുടിക്കുക. മാജിക് വാട്ടർ ബോട്ടിൽ പറഞ്ഞപ്പോഴാണ് രാകേഷ് കുടിക്കുന്നത് വെള്ളം. ഗ്രേറ്റ്, സൂപ്പർ. അപ്പൊ ഇന്ന് പുതിയ ആൾക്കാർക്ക് കൊണ്ട് ഓടിച്ചിട്ട് പറയാം. നമ്മൾ ഫ്രൈഡേ ബൂട്ട് ക്യാമ്പ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എല്ലാ വെള്ളിയാഴ്ചകളിലും ഒരു കണ്ടന്റ് എടുത്തിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ടാവും. ബാക്കി ദിവസവും പ്രാക്ടീസുകളായിരിക്കും. ക്ലിയർ? അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അങ്ങനത്തെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വിഷയം. നേരത്തെ നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ച് പോയിട്ടുണ്ട്. ഒന്നുകൂടി കുറച്ച് കാര്യം ആഡ് ചെയ്തിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കണേ. റെഡി? ഒരു കാര്യം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ തകർത്ത് കളയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോവുക. നമ്മുടെ ലോ ഓഫ് അട്രാക്ഷനെ ഭയങ്കരമായിട്ട് ബ്ലോക്ക് ചെയ്യുന്നത് ഒരു സംഗതിയാണ് ഇന്ന് സംസാരിക്കുന്നത്. അത് ഇന്നത്തെ സെഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം കഴിഞ്ഞ ദിവസങ്ങൾ സംസാരിച്ച ആളുകൾക്കുണ്ടായ പ്രശ്നം നോക്കിയിട്ടാണ് ഇന്ന് തന്നെ ഈ കണ്ടന്റ് എടുത്തത്. റെഡി? അപ്പൊ എന്താന്ന് ഞാൻ പറയാം. നമ്മളെ ജീവിതത്തിൽ തകർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാധനം പറയാം എന്താന്നുള്ള ഓവർ തിങ്കിങ് ആണ് നമ്മുടെ പ്രശ്നം. തിങ്കിങ് നല്ലതാണ്, ഓവർ തിങ്കിങ് ആണ് പ്രശ്നം. അപ്പൊ ഓവർ തിങ്കിങ്ങിന്റെ കുഴപ്പങ്ങളും എങ്ങനെ ഉണ്ടാകുന്നു, എന്താണ് ചെയ്യേണ്ടത്, ഇത്ര കാര്യം ഞാൻ സംസാരിച്ച് പോകുന്നുണ്ടാവും. ഓവർ തിങ്കിങ് ഉള്ള ആൾക്കാർ കൂട്ടിട്ടുണ്ടെങ്കിൽ വളരെ സീരിയസ് ഇന്നത്തെ സെഷനിൽ കാണാം. അത് നിങ്ങൾ നോട്ട് ചെയ്ത് പോവാം. റെഡി ആണോ? റെഡി? റെഡി ആണെങ്കിൽ തംസപ്പ് കാണിക്കുക, റെഡി അല്ലെങ്കിൽ തംസപ്പ് കാണിക്കരുത്, തംസ് ഡൗൺ. റെഡി? ഓക്കെ. അപ്പൊ എന്ത് കാര്യം ഉണ്ടെങ്കിൽ സംസാരിച്ചു. ഷമീർ ഓക്കെ ആണല്ലോ അല്ലേ? ഷമീർ ഓക്കെ? ഷമീർ, യെസ്, സൂപ്പർ. അപ്പൊ നമുക്ക് നേരെ സെഷനിലേക്ക് പോവാം. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഓൺ ഗോയിങ് സംസാരിച്ചു കഴിഞ്ഞാൽ എല്ലാവരെയും യു ആർ ഫ്രീ ടു അൺമ്യൂട്ട്. മറ്റുള്ള സെഷൻ പോലെ ഇന്ന് ഞാൻ എപ്പോൾ നിങ്ങൾക്ക് സംസാരിച്ച് പോയാൽ നന്നായിരിക്കും. എന്ത് ഡൗട്ട് അപ്പോൾ ചോദിച്ചു പോവാം. റെഡി? ഗ്രേറ്റ്. അപ്പൊ നമ്മൾ നേരെ പ്രോഗ്രാമിലേക്ക് പോവാണ്. എങ്ങനെയാണ് ഓവർ തിങ്കിങ് ഉണ്ടാവണം നോക്കി പോവാം. റെഡി? അപ്പൊ പുസ്തകം എടുക്കുക, പേൻ എടുക്കുക, നമുക്ക് സംസാരിച്ച് പോയി എന്താണെന്നുള്ളത്. ഓവർ തിങ്കിങ് ഉണ്ടാവുന്നത് ഇതൊരു ഹാബിറ്റാണ്, സ്വഭാവമാണ്. ഇന്നൊരു ദിവസം ഉണ്ടായതല്ല, കഴിഞ്ഞ കുറേ ദിവസം കൊണ്ട്, കുറേ വർഷങ്ങൾ കൊണ്ട് നിങ്ങളിൽ ഉണ്ടായിരുന്ന പരിവർത്തനങ്ങളാണ് ഓവർ തിങ്കിങ് ആയി മാറിയത്. അതായത് ചെറുപ്പത്തിൽ നിങ്ങൾ ഒരു ഓർമ്മ വെച്ച് പറയും കാലം മുതൽ നിങ്ങൾ അനുഭവിച്ചു വന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ചിന്തകൾ, അതെല്ലാം പയ്യെ 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 നിങ്ങളുടെ സ്വഭാവമായിട്ട് മാറി. അത് ഒരു ശീലമായി, നിങ്ങളുടെ ബിഹേവിയറായി, ഒരു ക്യാരക്ടറായിട്ട് മാറി. ഇന്ന് നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരുപാട് തവണ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ശരിയല്ലേ? അപ്പൊ ഇതൊരു റിപ്പീറ്റഡ് തോട്ട്സ് ആണ്. ചിന്തകൾ വന്ന് വീണ്ടും വീണ്ടും നിങ്ങളായിട്ട് തന്നെ ചിന്തിച്ച് കൂട്ടിയാണ് ഇത് ഒരു ഓവർ തിങ്കിങ് വേണ്ടി. ഇതിനെ അനലൈസിങ് തോട്ട്സ് എന്നൊക്കെ പറയാം. എന്താണ് പാരാലിസിസ് ബൈ അനാലിസിസ് എന്ന് പറയും. ഈ ചിന്തിച്ച് പാരാലിസിഡ് ആവുന്ന സിറ്റുവേഷൻ ആണ് ഓവർ തിങ്കിങ്. ഓവർ തിങ്കിങ് ഉള്ള ആൾക്കാരുടെ കുഴപ്പം എന്താ വെച്ചാൽ നിങ്ങളുടെ എനർജി വല്ലാണ്ട് ഡ്രെയിൻ ചെയ്ത് പോകുന്നുണ്ടാവും. ഒരുപാട് എനർജി നിങ്ങൾ ഓവർ തിങ്കിങ് എടുത്ത് കളയുന്നുണ്ടാവും. നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി ബാധിക്കുന്നുണ്ടാവും. ക്രിയേറ്റ് സ്ട്രെസ്, നിങ്ങളുടെ ജീവിതത്തിൽ സ്ട്രെസ്, ആങ്സൈറ്റി, കീപ് യു സ്റ്റക്ക്. അത് ഒരു ലൂപ്പ് ഓഫ് വറി തന്നെ. നിങ്ങൾ ഇങ്ങനെ ഒരു എന്നും നിത്യമായിട്ട് വിഷമത്തിൽ പോകുന്നുണ്ടാവും. അല്ലേ അമൃത, രാജേഷ്? ശരിയല്ലേ? അപ്പൊ ആ രീതിയിലാണ് എന്താണ് ഓവർ തിങ്കിങ്ങിന്റെ പ്രയോഗം. ഓവർ തിങ്കിങ് എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ഞാനൊരു 5 കാര്യങ്ങളോട് പറയാം. ഒന്ന്, നോട്ട് ചെയ്യുക, ഫിയർ ഓഫ് അൺസർട്ടനിറ്റി ആൻഡ് ലാക്ക് ഓഫ് കൺട്രോൾ. ഒന്നാമത്തെ പോയി നോട്ട് ചെയ്യുക, ഫിയർ ഓഫ് അൺസർട്ടനിറ്റി. നാളെ എന്ത് എന്ന് ഭയങ്കരമായിട്ട് വ്യാകുലതപ്പെടുന്ന ആളുകളാണ് ഈ ഒരു ഓവർ തിങ്കിങ് ഭയങ്കരമായിട്ട് കാണുന്നത്. നാളെ 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 എന്ത് സംഭവിക്കും, വാട്ട് ഇഫ് എന്നുള്ള ചിന്ത. വാട്ട് ഇഫ് ഐ ഫെയിൽ, ഞാൻ തോറ്റാൽ എന്ത് ചെയ്യും, എൻ്റെ ജീവിതം വിജയിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും, നാളെ ഞാൻ കല്യാണം കഴിച്ചാൽ എങ്ങനെയായിരിക്കും ആ ജീവിതം, എൻ്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഭാര്യ എന്ത് ചിന്തിക്കും, ഇങ്ങനെയുള്ള അനാവശ്യമായിട്ട് ഇന്നേ ചിന്തിക്കുന്ന ആളുകൾ, ഒരു വിഭാഗം ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് പയ്യെ പയ്യെ ആ ചിന്ത റെഗുലറായി അത് ഒരു ഓവർ തിങ്കിങ് പാറ്റേണിലേക്ക് പോകുന്നുണ്ട്. ശരിയല്ലേ? അപ്പൊ ഒന്നാമത്തെ പോയിന്റ് ഫിയർ ഓഫ് അൺസർട്ടനിറ്റി ആൻഡ് ലാക്ക് ഓഫ് കൺട്രോൾ എന്ന് പറയും. ചിന്തയിൽ കൺട്രോൾ ഇല്ല, പിടിച്ചു നിർത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് തുടങ്ങും. അത് ഓവർ തിങ്കിങ് ആയിട്ട് മാറുന്ന പറയാം. റെഡി? രണ്ടാമത്തത് അൺഫിനിഷ്ഡ് ഇമോഷണൽ എക്സ്പീരിയൻസ് എന്ന് പറയും. അൺഫിനിഷ്ഡ് ഇമോഷണൽ എക്സ്പീരിയൻസ്, അതായത് പാസ്റ്റ് കഴിഞ്ഞു പോയ കാലങ്ങൾ ഉണ്ടായിരുന്ന നിങ്ങളുടെ എന്തെങ്കിലും നിങ്ങളെ പേടിപ്പെടുത്തിയ കാര്യങ്ങൾ, നിങ്ങൾക്ക് ഉണ്ടായ ചെറിയ ട്രോമാസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ചെറിയ വീഴ്ചകൾ, അത് എല്ലാം ഈ പകുതിയാക്കി നിർത്തി അത് ഇന്ന് റിപ്പീറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ തുടങ്ങി. അത് എന്താണ് ഓർത്തിങ്ങോട്ട് മാറുന്ന പറയാം. അതായത് നിങ്ങൾ ഒരാൾ പണ്ടെപ്പോഴോ പീഡിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വേദനിപ്പിച്ചിട്ടുണ്ട്, ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അത് വീണ്ടും വീണ്ടും നിങ്ങൾ അറിയാതെ റീപ്ലേ ചെയ്തുകൊണ്ടിരിക്കുക മനസ്സിൽ. വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക.
അപ്പൊ ആദ്യമൊക്കെ നിങ്ങൾ കോൺഷ്യസിലായിരിക്കും അതിനെക്കുറിച്ച് ചിന്തിക്കുക, അങ്ങനെ സംഭവിച്ച കാര്യം ചിന്തിക്കുന്നുണ്ടാവും. പിന്നെ അത് പയ്യെ അൺകോൺഷ്യസ് ആയിട്ട് മാറി സ്ഥിരമായിട്ട് വരാൻ തുടങ്ങും. അത് വീണ്ടും സംഭവിച്ചാലോ, അതാണ് ആ ചിന്തയുടെ പ്രധാനപ്പെട്ട കാരണം. അതാണ് അൺഫിനിഷ്ഡ് ഇമോഷണൽ എക്സ്പീരിയൻസ്. ആ സംഭവിച്ച സംഭവം വീണ്ടും വന്നാലോ, വീണ്ടും സംഭവിച്ചാലോ. ഇപ്പം, പരീക്ഷ എഴുതി പരീക്ഷ തോറ്റ കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടിയുള്ളിൽ വീണ്ടും ചിന്തിക്കുകയാണ്, വീണ്ടും ഞാൻ തോക്കുമോ, വീണ്ടും ഞാൻ പരാജയപ്പെടുമോ എന്നുള്ള സാധനം ഭയങ്കരമായിട്ട് വരാം. ഇങ്ങനെ ചിന്തിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ആളുകൾ, ഈ ചിന്തകൾ കൂടി കൂടി അതൊരു ഓവർ തിങ്കിങ് ആയിട്ട് മാറും. ശരിയല്ലേ? റെഡി? ഇതാണ് രണ്ടാമത്തെ അൺഫിനിഷ്ഡ് ഇമോഷൻ ആദ്യം ഞാൻ സംസാരിച്ചത് ഫിയർ ഓഫ് അൺസർട്ടനിറ്റി, നാളെ എന്ത് സംഭവിക്കും എന്നുള്ള ചിന്തയാണെങ്കിൽ, രണ്ടാമത് കഴിഞ്ഞ കാലത്ത് ഉണ്ടായിരുന്ന എന്തെങ്കിലും ഒരു സംഭവം വീണ്ടും വീണ്ടും വരുമോ എന്നുള്ള പേടി. റെഡിയാണ്? ഇത് രണ്ടാമത്തത്. മൂന്നാമത്തത് പെർഫെക്ഷനിസം അല്ലെങ്കിൽ ഹൈ എക്സ്പെക്ടേഷൻസ്. ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷ വെച്ച് ജീവിക്കുന്ന ആളുകളിലും ഓവർ തിങ്കിങ് ഉണ്ടാവും. ഭയങ്കര എക്സ്പെക്ടേഷൻസ് ആണ്. മക്കൾ നന്നാവണം, ഭർത്താവ് നന്നാവണം, ഭാര്യ നന്നാവണം, എല്ലാം നന്നാവണം, എല്ലാം ശരിയാവണം, എന്ന് ചെയ്യേണ്ട ജോലിയിൽ നന്നാവണം. ഹൈ എക്സ്പെക്ടേഷൻസ് വെച്ച് പോകുന്ന ആളുകളിലും ഓവർ തിങ്ക് ഉണ്ടാവും. അല്ലെങ്കിൽ എല്ലാം പെർഫെക്റ്റ് ആവണം, ഞാൻ ചെയ്തതിനൊക്കെ ഭംഗിയാവണം എന്ന് ചിന്തിക്കുന്ന ആൾ, തെറ്റ് വരാൻ പാടില്ല, മറ്റുള്ള ബുദ്ധിമുട്ട് വരാൻ പാടില്ല. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് എപ്പോഴും പേടി ഉണ്ടാവും ഉള്ളില്, ഫിയർ മേക്കിംഗ് മിസ്റ്റേക്സ് എന്ന് പറയാം. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ എന്ത് സംഭവിക്കുക, ചിന്തിച്ചു കൂട്ടുന്നുണ്ട് ഭയങ്കരമായിട്ട്. ശരിയല്ലേ? കറക്റ്റ് ആണല്ലേ? അപ്പൊ മൂന്നാമത്തത് പെർഫെക്ഷനിസം ആൻഡ് ഹൈ എക്സ്പെക്ടേഷൻ. ഹൈ എക്സ്പെക്ടേഷൻസ് വെക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിലുണ്ടോ? ഉണ്ടോ അങ്ങനെ ആരെങ്കിലും? ഹലോ? ആ, ഉണ്ട്. ഉറപ്പല്ലേ? ചിന്തിച്ചു കൂട്ടില്ലേ നമ്മളപ്പോ? എന്താ ഹൈ എക്സ്പെക്ടേഷൻ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ എന്താണെന്നുള്ള ഇന്ന് ലാസ്റ്റ് സംസാരിച്ച് പോകാൻ ശ്രദ്ധിക്കുക. ഹൈ എക്സ്പെക്ടേഷൻ ആൾക്കാരൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് മാർക്കുക, ആ നമ്പറിൽ ഒന്ന് വട്ടോട്ട് പോവാം. ഓക്കെ? സജിത സിജോ? ആ, സൂപ്പർ, അടിപൊളി. അപ്പൊ നമുക്ക് മൂന്ന് ഞാൻ പറഞ്ഞു, മൂന്ന്. നാലാമത്തത്. ഓക്കെ, നാലാമത്തെ നോട്ട് ചെയ്യാം. നാലാമത്തെ കമ്പാരിസൺ ആണ്. അനാവശ്യമായിട്ട് നമ്മളെ തന്നെ കമ്പയർ ചെയ്യുന്നതും ചെക്ക് ചെയ്യാം. നമ്മൾ മറ്റുള്ള ആൾക്കാരെ കമ്പയർ ചെയ്യുക, നമ്മളുടെ കുട്ടികളെ മറ്റുള്ള കുട്ടികളെ കമ്പയർ ചെയ്യുക, എന്റെ ഭർത്താവിനെ വേറെ ഭർത്താവായിട്ട് കമ്പയർ ചെയ്യുക. ക്ലിയർ? അത് പ്രധാനമായിട്ടും അവനവന്റെ കമ്പാരിസൺ ആണ് ഇത് ഈ ഒരു പ്രവൃത്തിയിൽ കൊണ്ടുപോകുന്ന പറയാം. അങ്ങനെ കമ്പാരിസൺ നടത്തുന്ന ആൾക്കാരുണ്ടെങ്കിലും നിങ്ങൾ വല്ലാണ്ട് ചിന്തിച്ചു കൂട്ടും, അവരെക്കാൾ നന്നാവണം, അവരെക്കാൾ മോശമാകരുത്, എപ്പോഴും കമ്പയർ ചെയ്തുകൊണ്ടേയിരിക്കും. അല്ലേ? ശരിയല്ലേ? കമ്പാരിസൺ ലീഡ്സ് ടു ഓവർ തിങ്കിങ്. ഓവർ തിങ്കിങ്ങിലേക്ക് കമ്പാരിസൺ കൊണ്ടുപോകുന്നുണ്ടാവും. 5, ഇമോഷണൽ അറ്റാച്ച്മെന്റ് ടു തോട്ട്സ്. നിങ്ങൾ ചിന്തിക്കുന്ന ചിന്തകളിലുള്ള ഓവർ ആയിട്ടുള്ള അറ്റാച്ച്മെന്റ്, ഇമോഷണൽ അറ്റാച്ച്മെന്റ്. അതായത് ആളുകൾ ചിന്തിക്കുന്നത് അവരുടെ ചിന്തകൾ യഥാർത്ഥമാണെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ചിന്തിക്കുന്നത് ഒരു മോശമായിട്ട് ചിന്ത ഉണ്ടായി കഴിഞ്ഞാൽ അത് മോശമാവുമോ, ഞാൻ അങ്ങനെ കണ്ടില്ലേ, ഒരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അത് സംഭവിക്കുമോ എന്ന് പേടിക്കുന്ന ആളുകൾ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ പൂർണ്ണമായിട്ട് ഒരു ചിന്ത പറഞ്ഞില്ലേ, ഒരു പാത്രം പൊട്ടി കഴിഞ്ഞപ്പോൾ ചിന്തിക്കുന്നത് പാത്രം പൊട്ടി എന്തെങ്കിലും സംഭവിക്കോ, എന്തൊരു കുഴപ്പമുണ്ടാവും, പണ്ട് അങ്ങനെ ചിന്തിച്ചത് അല്ലേ പൂർണ്ണിമ? അതിങ്ങനെ കൂടെ 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 ചിന്തിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ സംഭവിച്ചില്ലേ, അങ്ങനെ പറ്റിയില്ലേ, എന്തെങ്കിലും പറ്റുമോ, യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിക്കുമോ. ഇപ്പൊ നമ്മൾ വളരെ വേണ്ടപ്പെട്ട ഒരാൾ മരിക്കുന്നതായിട്ട് നമ്മൾ ചിന്തിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ സ്വപ്നം കണ്ടു, അപ്പൊ ഭയങ്കരമായിട്ട് മനസ്സിലാക്കി ചിന്തിച്ചു കൂട്ടിക്കൊണ്ടേയിരിക്കുക. ഇതും ഓവർ തിങ്കിങ്ങിലേക്ക് പോകുന്ന പറയാം. ക്ലിയർ? ഈ രീതിയിൽ അഞ്ചാമത്തെ എന്താണ്, എന്താ പറയാ, ഇമോഷൻ അറ്റാച്ച്മെന്റ്സ് ടു തോട്ട്സ്. ചിന്തകൾ വല്ലാണ്ട് ഓവറായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുക. ആറാമത്തത് ലോ സെൽഫ് ട്രസ്റ്റ് ആൻഡ് ഇൻഡിസിസീവ്നെസ്. അതായത് അവരിൽ തന്നെ വിശ്വാസമില്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ തീരുമാനം എടുക്കാൻ ഒരുപാട് സമയം എടുക്കുന്ന ആളുകൾ, തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ, ഡിസിഷൻ പാരാലിസിസ് എന്ന് പറയാം. അങ്ങനെയുള്ള ആളുകൾ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടിക്കൊണ്ടേയിരിക്കും, അത് തെറ്റായി പോയാലോ, തെറ്റായി പോയാലോ, ശരിയായില്ലെങ്കിലോ, വീഴ്ച പറ്റിയാലോ എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടോ ഈ കൂട്ടത്തില്? ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളൂ, നിങ്ങൾ ഓവർ തിങ്കിങ്ങിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്, നിങ്ങളുടെ എനർജി ഊട്ടിക്കുടിച്ചുകൊണ്ടേയിരിക്കും. ശരിയല്ലേ കുറുപ്പേട്ട? റെഡി? അപ്പോ ലോ സെൽഫ് ട്രസ്റ്റ്, വിശ്വാസം ഇല്ലാത്ത ആൾക്കാര്, ഇൻഡിസിസീവ്, തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ വേറൊരാളോട് അഭിപ്രായം ചോദിക്കാതെ അത് പൂർത്തിയാവില്ല എന്നൊക്കെ ചിന്തയുള്ള ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഡേഞ്ചർ സോണിലാണ്. ഓൾറെഡി നിങ്ങൾക്ക് ഓവർ തിങ്കിങ് ഉണ്ട്, ഉറപ്പാ, അത് കൂടിക്കൊണ്ടേയിരിക്കും. ഒരു 40-45 വയസ്സൊക്കെ ആകുമ്പോഴേക്കും അത് അതൊരു എന്താ പറയുക, സ്ട്രെസ്സിലേക്കും ട്രോമയിലേക്കും ഓട്ടോമാറ്റിക് മാറുന്നുണ്ടാവും. ജീവിതം
വളരെ മോശമായിട്ട് മാറുന്നുണ്ടാവും. ലോ അട്രാക്ഷൻ നിങ്ങൾ എന്താണ് ജീവിതത്തിൽ വേണ്ടത് അതെല്ലാം നിങ്ങൾക്ക് ഡിലേഡ് മാനിഫെസ്റ്റേഷൻസിലേക്ക് പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ നൾ മാനിഫെസ്റ്റേഷനിലേക്ക് പോകുന്നുണ്ടാവും. ഒന്നും നടക്കാത്ത അവസ്ഥയിലേക്ക് പോകും ജീവിതം. ക്ലിയർ അല്ലോ അജി വർഗീസ് സാറേ? ഗ്രേറ്റ്. അപ്പൊ ആ രീതിയിൽ ലോ സെൽഫ് എസ്റ്റീം, ലോ സെൽഫ് ട്രസ്റ്റും ഇന്റൻസിറ്റിയുള്ള ആൾക്കാർ ശ്രദ്ധിക്കുക, നോട്ട് ചെയ്യുക. ഏഴാമത്തത് സ്ട്രെസ്, ആങ്സൈറ്റി ആൻഡ് ഓവർ ആക്റ്റീവ് നെർവസ് സിസ്റ്റം. വല്ലാണ്ട് ഓവർ തിങ്ക് ചെയ്യുന്ന, ഓവർ ആക്ട് ചെയ്യുന്ന ആൾക്കാർ, പൊട്ടിത്തെറിക്കുന്ന ആൾക്കാർ, ഇങ്ങനെയുള്ള ആൾക്കാർ രാത്രി ഉറക്കത്തിലൊക്കെ നെട്ടിയിരിക്കുന്ന പറയാം അതിന് എന്ത് സംഭവിച്ചതിനെ കുറിച്ച്, ഭാവിയെ കുറിച്ച് എന്ത് സംഭവിക്കുന്നു. കാരണം ഓവർ ആക്റ്റീവ് ആൾക്കാരാണ് അങ്ങനത്തെ ആൾക്കാർ. അപ്പൊ സ്ട്രെസ്സും ആങ്സൈറ്റിയും ചെറുതായിട്ട് തുടങ്ങിയ ആൾക്കാർ കൂട്ടത്തിലുണ്ടെങ്കിൽ ചെക്ക് ചെയ്യുക, നിങ്ങൾ ഓവർ തിങ്കിങ്ങിലേക്ക് പോകുന്നുണ്ട്. ഈ 7 കാരണങ്ങൾ ഓവർ തിങ്കിങ് ഉണ്ടാക്കുന്ന പറയാം. ഒന്നുകൂടി പറയാം. ഒന്നാമത് സംസാരിച്ചത് ഫിയർ ഓഫ് അൺസെർട്ടനിറ്റി ആൻഡ് ലാക്ക് ഓഫ് കൺട്രോൾ. ക്ലിയർ അല്ലേ ആതിര? രണ്ടേ സംസാരിച്ചത് അൺഫിനിഷ്ഡ് ഇമോഷണൽ എക്സ്പീരിയൻസ്, അതായത് കഴിഞ്ഞു പോയ കാലത്ത് സംഭവിച്ചത് വീണ്ടും സംഭവിക്കുമോ എന്നുള്ള പേടി. റെഡി? 3 പെർഫെക്ഷനിസം അല്ലെങ്കിൽ ഹൈ എക്സ്പെക്ടേഷൻ. ജീവിതത്തിൽ ഹൈ എക്സ്പെക്ടേഷൻ വെക്കുക. അപ്പൊ എപ്പോഴും ഫിയർ മേക്കിംഗ് മിസ്റ്റേക്സ്, പേടി ഉണ്ടാവും. എന്താണ് മിസ്റ്റേക്ക് സംഭവിക്കുമോ, തെറ്റ് സംഭവിക്കുമോ പേടി. 4 കമ്പാരിസൺ, നമ്മൾ മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുക. 5 ഇമോഷണൽ അറ്റാച്ച്മെന്റ് ടു തോട്ട്സ്, ചിന്ത അല്ലെങ്കിൽ എന്ത് സംഭവിച്ച സാധനത്തെ യഥാർത്ഥമായിട്ട് സംഭവിക്കുമോ എന്നുള്ള പേടി. 6 ലോ സെൽഫ് ട്രസ്റ്റ് ആൻഡ് ഇൻഡിസിസീവ്നെസ്, തീരുമാനമെടുക്കാനുള്ള വിമുഖത, തീരുമാനമെടുക്കാനുള്ള ബുദ്ധിമുട്ട്. അതിങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും തീരുമാനം എടുക്കാനായിട്ട്. ആൾക്കാർ ചോദിക്കും, അവിടെ ചോദിക്കും, ഇവിടെ ചോദിക്കും, സദാ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ആൾക്കാരിൽ ഓവർ തിങ്കിങ് പാറ്റേണിലേക്ക് മാറുന്ന പറയാം. ഏഴാമത്തത് സ്ട്രെസ്, ആങ്സൈറ്റി ആൻഡ് ഓവർ ആക്റ്റീവ് നെർവസ് സിസ്റ്റം. ഓവർ ആക്റ്റീവ്സ്, ഒരു പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമുള്ള ആളുകൾ, ഇവരിലൊക്കെ ഈ ഓവർ തിങ്കിങ് ഉണ്ടാവുന്ന പറയാം. ഒന്ന് ചെക്ക് ചെയ്യാമോ? ഇങ്ങനെ ആർക്കെങ്കിലും കൂട്ടത്തിലുണ്ടോ? ഈ പറഞ്ഞ 7 കാര്യങ്ങളിൽ, ഈ 7 കാര്യങ്ങളിൽ 6 ഉണ്ട് സജിതയ്ക്ക്. വെരി ഗുഡ്, സൂപ്പർ. ബാക്കി ആൾക്കാരോ? വിജിമോൾ എത്ര ഉണ്ട്? ഷമീർ 4 വെരി ഗുഡ്, സൂപ്പർ. ആ, 2-ൽ കൂടുതൽ ആൾക്കാർ കൂട്ടത്തിലുണ്ടെങ്കിൽ നിങ്ങൾ ഡേഞ്ചർ സോണിലാണ്. നിങ്ങൾ ഓൾറെഡി ഓവർ തിങ്കിങ്ങിലാണ് ഇപ്പോൾ. ശരിയല്ലേ? നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി ഒരുപാട് താഴേക്ക് പോകുന്നില്ലേ? നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പ്രോസസ്സിനെ ബാധിക്കുന്നില്ലേ? നിങ്ങൾ ആഗ്രഹിച്ച പോലെ നടക്കുന്നില്ല, അല്ലെങ്കിൽ കിട്ടുന്നുണ്ട് വളരെ ലേറ്റ് ആയിട്ട് കിട്ടുക, അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യം കിട്ടുന്നു, വലിയൊരു കാര്യം നടക്കുന്നില്ല, ജീവിതത്തിൽ ഭയങ്കരമായിട്ട് തടസ്സം ഉണ്ടാകുന്നുണ്ട്. ഇന്നലെ ഡിവിനോട് സംസാരിച്ചപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഡിവിൻ ഉണ്ടെന്ന് ഇന്ന് കാണാനില്ലല്ലോ. ഡിവിൻ ഉണ്ടോ സാറെന്ന്? ഉണ്ട് സാർ, ഞാനുണ്ട്. ആ, അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പഴയ കാര്യങ്ങള്, പഴയ സംഭവിച്ച കാര്യങ്ങള്, ട്രോമ, പാസ്റ്റ് ഇവന്റ്സ് എല്ലാം നിങ്ങളെ ഓവർ തിങ്കിങ്ങിൽ കൊണ്ടുപോകും. ഡിവിൻ ഉണ്ടോ ഓവർ തിങ്കിങ്? ഈ പറഞ്ഞ എന്തെങ്കിലും ഉണ്ടോ? ഓവർ തിങ്കിങ് ഉണ്ടായിരുന്നു, ഇപ്പൊ കുറവാ. വെരി ഗുഡ്. എന്നാലും ഇല്ലാതില്ല. ഓക്കെ, ഗ്രേറ്റ്. ക്ലിയർ? അപ്പൊ എങ്ങനെയാണ് എന്തൊക്കെ തരം ഓവർ തിങ്കിങ് ഉണ്ടെന്ന് ഓടിച്ച് ഞാൻ പറഞ്ഞു പോവാം. 7 തരം ഓവർ തിങ്കിങ്സ് ഉണ്ട്, നിങ്ങൾ നോട്ട് ചെയ്യുക. 7 തരം വളരെ സീരിയസ് ആയിട്ടുള്ള ഒത്തിരി ഉണ്ട് ഓവർ തിങ്കിങ് പാറ്റേൺ. ഞാൻ 7 മാത്രം എടുത്തിട്ടുള്ളൂ. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ക്ലിയർ ആണോ? റെഡി? യാ. ഓവർ തിങ്കിങ്, ഒന്നാമത്തെ ഓവർ തിങ്കിങ് നോട്ട് ചെയ്യുക. ഒന്നാമത്തെ ഓവർ തിങ്കിങ് പറയാം മെന്റൽ ചാറ്റർ എന്നാ പറയാ. മെന്റൽ ചാറ്റർ, അതായത് സദാസമയം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ഒരാൾ ചെവിയിൽ ഇങ്ങനെ കര 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 എന്ന് പറയുന്ന പോലെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു പറയാം. സദാസമയം സംസാരിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും വറീസ് ഉണ്ടാവും ഭാവിയെ കുറിച്ച്. എപ്പോഴും സെൽഫ് ക്രിറ്റിസിസം, അവൻ ശരിയായില്ല ശരിയായില്ല, അതുപോലെ റാൻഡം തോട്ട്സ്, ഒരുപാട് പലതരത്തിലുള്ള ചിന്തകൾ ഇങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുക. ജഡ്ജ്മെന്റ്സ് നടത്തിക്കൊണ്ടേയിരിക്കുക. ഇങ്ങനത്തെ ആളുകളെയാണ് ഇങ്ങനത്തെ തരം ഓവർ തിങ്കിങ്ങിന്റെ മെന്റൽ ചാറ്റർ എന്ന് പറയാം. ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളായിരിക്കും, അതൊക്കെ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ ഉപബോധ മനസ്സിൽ ഇങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ എപ്പോഴും തോന്നിക്കൊണ്ടേയിരിക്കും. എപ്പോഴും ഉള്ളിൽ ഇന്റർണൽ ടോക്സ് ഭയങ്കര നടക്കുന്നുണ്ടാവും. ഇതിനെ പറയുന്നതാണ് മെന്റൽ ചാറ്റർ. ഇന്റർണൽ ടോക്സ് ഭയങ്കരമായിരിക്കും. പൊതുവെ സംസാരം കുറഞ്ഞ ആളുകൾ, ഈ കൂട്ടത്തിൽ സംസാരം കുറഞ്ഞ ആൾക്കാരുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കുക. അത് പൊതുവെ ഒരു ഇൻട്രോവേർട്ട് ആയിട്ട് ആൾക്കാർക്ക് ഉള്ളില് ഈ സംസാരം കൂടുതലായിരിക്കും, അല്ലെ? ഇൻട്രോവേർട്ട്, സംസാരക്കുറവ് ഉള്ള ആൾക്കാരിൽ ഇന്റർണൽ ടോക്സ് വളരെ ഹൈ ആയിരിക്കും. ഒരുപാട് സംസാരിക്കുന്ന വളരെ കൂട്ടും സൗഹൃദമുള്ള ആൾക്കാർ ഇന്റർണൽ ടോക്സ് കുറവായിരിക്കും എന്ന് പറയാം. ഷമീർ കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ട് ആളായിട്ടാണ് എനിക്ക് തോന്നണേ. അതെ, കറക്റ്റാണ്. ആണ്, ആണ്, ഗ്രേറ്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്റർ ടോക്സ് വളരെ കൂടുതലായിരിക്കും. അത്രയല്ല, മിക്കവാറും നമുക്കുണ്ട്, ഒരുപാടില്ല. ഉണ്ട്. ഓക്കെ, ഫൈൻ, ചെക്ക് ചെയ്യാം. അപ്പൊ ഇന്റർ ടോക്സ് കൂടുതലായിരിക്കും. പൊതുവെ ഇൻട്രോവേർട്ട് ആൾക്കാർക്ക് ഇന്റർവേർട്ട് കൂടുതലായിരിക്കും. അതിന് മെന്റൽ ചാറ്റർ എന്ന് പറയാം. അതൊരു തരം ഓവർ തിങ്കിങ് ആണ്. ഉള്ള ആൾക്കാർ നോട്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് പോവാം. ക്ലിയർ? എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ
ഇഫ് ഐ എം നോട്ട് ഗുഡ് ഫോർ ദിസ് ജോബ്, ഞാൻ ഈ ജോലിയിൽ ശരിയായില്ലെങ്കിലോ, ഐ വിൽ പ്രോബ്ലി മിസ് ദിസ് അഗൈൻ, ഇത് വീണ്ടും മോശമായി പോയാലോ, ഇതെന്താ അങ്ങനെ സംഭവിച്ചു പോയാലോ, ഇങ്ങനെയൊക്കെയുള്ള ഭയങ്കരമായിട്ട് ചിന്തയായിരിക്കും മെന്റൽ ആയിട്ട് ഉണ്ടാവാം. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തത് മൈൻഡ് റീഡേഴ്സ് എന്ന് പറയാം. മൈൻഡ് റീഡിങ്, എന്താണ് മൈൻഡ് റീഡേഴ്സ് അല്ലെങ്കിൽ മൈൻഡ് റീഡിങ്. മൈൻഡ് റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള എന്ത് ചിന്തിക്കും എന്നുള്ള, നെഗറ്റീവായിട്ട് ചിന്തിക്കും എന്നുള്ള അസംഷൻസ്, മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഓവർ തിങ്കിങ്ങിനെയാണ് മെന്റൽ മൈൻഡ് റീഡിംഗ് എന്ന് പറയാം. മൈൻഡ് റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാർ എന്ത് വിചാരിക്കും, വാട്ട് അതർ പീപ്പിൾ തിങ്ക് അബൌട്ട് മീ, നെഗറ്റീവായിട്ട് അസംഷൻസ്, എപ്പോഴും മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആൾക്കാരെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, ആൾക്കാരെ എന്നോട് സ്നേഹത്തിൽ സംസാരിച്ചില്ലെങ്കിലോ എന്നുള്ള എന്താണ് മിസ്കൺസംഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു ക്ലിയർ എവിഡൻസ് പോലും ഉണ്ടാവില്ല, നമ്മൾ തെറ്റുപോലും ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ നമ്മൾ ചിന്തിക്കുവാണ് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ. ഇപ്പൊ ഒരു കൂട്ടാൻ വെക്കുകയാണ്, ചിക്കൻ കറി വെക്കുമ്പോൾ വീട്ടിൽ കുറച്ച് വിരുന്നുകാർ വരുന്നുണ്ടെങ്കിൽ പക്ഷെ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, നന്നായിരുന്നില്ല പറഞ്ഞു, ഇനി അവർ വീട്ടിൽ പോയിട്ട് ഛർദ്ദിക്കാൻ അങ്ങനെ ചെയ്താലോ, അവർ വയറ്റി പിടിച്ചില്ലെങ്കിലോ എന്നുള്ള അനാവശ്യമായിട്ട് ഒരു എവിഡൻസും ഇല്ല അത്ര ചിന്ത. ഇതിനാണ് മൈൻഡ് റീഡിംഗ് എന്ന് പറയാം. മറ്റുള്ളവരെ മനസ്സ് വായിക്കുന്ന ആള്, അതാണ് മൈൻഡ് റീഡിംഗ്. എന്തോ ഡോക്ടർ ഗിരിജാദേവി വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ചിരിക്കണം ചോദിച്ചാൽ ഇല്ല, ഇല്ലല്ലോ, ഇല്ല. മൂന്ന് മൂന്ന് ഓവർ ഡ്രൈവ് എന്നാ പറയാ. ഓവർ ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ സംഭവിച്ച എന്തെങ്കിലും ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള സാധനത്തെ വലുതാക്കി ചിന്തിച്ചു കൂട്ടുന്ന ആൾക്കാർ. കുഞ്ഞു സംഭവമായിരിക്കും, അതിന്റെ ഡിസാസ്റ്റർ, അത് വരാൻ പോകുന്ന ഭയങ്കരമായിട്ട് സംഭവമായിട്ട് സംസാരിക്കുന്ന ആളുകൾ. പൊതുവെ വീടുകളിലൊക്കെ ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ ചെക്ക് അറിയാൻ പറ്റും, ചെറിയ കാര്യമായിരിക്കും, അതങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് കാട് കയറി വലിയ വഴക്കായിട്ട് മാറുന്ന വീട്ടുകളിലെ ചെറിയൊരു കാര്യമായിരിക്കും. അവിടെ എന്തെങ്കിലും കളഞ്ഞത് തട്ടിമുട്ടി എന്തെങ്കിലും അത് പിന്നെ പറഞ്ഞ് വീട്ടിലുള്ള ആൾക്കാരെ പറഞ്ഞ്, പിന്നെ ഭർത്താവ് വീട്ടിലെ ആളെ പറഞ്ഞു നിന്റെ അച്ഛനതിന് കാരണക്കാരെന്ന് പറഞ്ഞ് നിന്റെ വളർത്തന്റെ കുഴപ്പമാണ് അങ്ങനെ പറഞ്ഞ് നാട്ടുകാരും വീട്ടുകാരൊക്കെ പിന്നെ മഹാപ്രളയമായിട്ട് മാറും. അല്ലേ? ചെറിയ കാര്യം അല്ലേ ശശിയേട്ടാ, ശശിധരൻ, ശശീന്ദ്രൻ, ചെറിയ കാര്യമായിരിക്കും. അപ്പൊ ഈ രീതിയിലുള്ള ഓവർ ഡ്രൈവ് എന്ന് പറയാം. നിസ്സാര എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു വേദന നെഞ്ചില് അല്ലെങ്കിൽ വയറിൽ ചെറിയ വേദന എന്നിരിക്കും. ആ വേദനയെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു കൂട്ടണം, ഇത് ഇനി വേറെ ഈ വയറ്റിൽ ഇനി ആസിഡ് പ്രശ്നമാണ്, ആസിഡ് പ്രശ്നമായിട്ട് വയറിന്റെ ആമാശയത്തെ ബാധിച്ച് വയറ്റിൽ നിന്ന് പുറത്തേക്ക് പോകാണ്ടായിട്ട് കഴിച്ച ഭക്ഷണം മൊത്തം വയറിൽ കെട്ടിക്കിടന്ന് അത് ഓപ്പറേഷൻ ചെയ്ത് ആശുപത്രിയിൽ പോയി ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്ന ആൾക്കാർ ഇല്ലേ? എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, സജീവ് എന്നാണ് പേര്, ബ്രാഹ്മണാണ്. പുള്ളിയുടെ അമ്മയുണ്ട്, ഒരു കുഴപ്പമില്ല അമ്മയ്ക്ക്. അപ്പൊ രണ്ട് ആമ്പിള്ളേരാ, ഒരാള് നാട്ടിലും ഒരാള് സിംഗപ്പൂരിലുമാണ്. അപ്പൊ ഈ രണ്ട് കുട്ടികളും അവര് കുടുംബമായി തിരക്കായി കഴിഞ്ഞപ്പോ അമ്മയ്ക്ക് സ്നേഹം കിട്ടുന്നില്ല പിള്ളേരെ സ്നേഹം കിട്ടാത്ത സ്നേഹം ഇല്ലായ്മയല്ല, തിരക്കായതുകൊണ്ടാണ്. അപ്പൊ അമ്മ എന്ത് ചെയ്യും, ഈ മൂത്ത മനസ്സ് എടാ സജി ഒന്ന് വന്നേടാ, അമ്മയ്ക്ക് ഒട്ടും വയ്യടാ ഒട്ടും വയ്യടാ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. ഈ സജി എന്ന് പറഞ്ഞ ഒരു കുഴപ്പമില്ലാത്ത അമ്മയാ. അങ്ങനെ ഈ ഒട്ടും വയ്യടാ എന്ന് പറഞ്ഞ് ഇന്ന് എല്ലാ രോഗവും ഉണ്ട്, ഒക്കെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. പ്രഷറായി, ഷുഗറായി, ആർത്രൈറ്റിസ് ഉണ്ട്, കാലിന് പ്രശ്നമുണ്ട്, കംപ്ലീറ്റ് പ്രോബ്ലംസ് ആയി. എല്ലാം എന്റെ കാരണം അമ്മയ്ക്ക് അങ്ങനെ, ഏഹ് എന്റെ അമ്മ അങ്ങനെയായിരുന്നു. ഭയങ്കര നല്ല ഇഷ്ടമായിരുന്നു ഇങ്ങനെ രോഗമാന്ന് പറയുന്നത്. ആ കറക്റ്റാ കറക്റ്റ്. അതൊരു ഒരു ഈ സ്നേഹം കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ കെയർ കിട്ടാൻ വേണ്ടിയാ വയ്യാന്ന് പറയാം. അല്ലെങ്കിൽ ചെറിയൊരു എന്തൊരു വയ്യായി അത് ഇങ്ങ് വലുതാക്കി അങ്ങോട്ട് പറയും. ക്ലിയർ? അത് ഓർത്തിങ്ങാണ്ട് മാറും. അത് ശരി ജീവിതത്തെ ബാധിക്കുകയും ചെയ്യും ഭയങ്കരമായിട്ട്. ജീവിതത്തെ ബാധിക്കല്ല, മറ്റുള്ളവരുടെ ജീവിതത്തെ ബാധിക്കുകയും ചെയ്യും. അത് ടൈം ബോംബ് പോലെയാ. അതായത് ബോംബ് കിട്ടി ചേർക്കുന്ന പോലെ നമ്മൾ പൊട്ടിത്തെറിക്കും, ചുറ്റുള്ള ആൾക്കാരൊക്കെ പൊട്ടിത്തെറിക്കുകയും ചെയ്യും. ക്ലിയർ? മിനിക്ക് എങ്ങനെയുണ്ടോ? മിനി ഉണ്ടായിരുന്നു. കുറേശ്ശെ കണ്ടിരിക്കുക, കുറേശ്ശെ കണ്ടിരിക്കുക. ശരി ശരി, ഗ്രേറ്റ്. ക്ലിയർ? ഇനി ഓവർ ഡ്രൈവ് എന്ന് പറയാം. മൂന്നെണ്ണം. നാലാമത്തെ റൂമിനേഷൻ എന്ന് പറയും. റൂമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ്ലി പ്ലേയിങ് പാസ്റ്റ് ഇവന്റ്സ് ഓർ മിസ്റ്റേക്സ്. കഴിഞ്ഞു പോയ കാലത്ത് ഉണ്ടായിരുന്ന സാധനം സദാ കണ്ടുകൊണ്ടേയിരിക്കുക. ലിസി കെ സുധേഷിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് അല്ലേ? സർ ഇല്ലേ? ഉണ്ട് ഉണ്ട്. ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും പ്രയാസങ്ങളുണ്ട് കഴിഞ്ഞ സംഭവങ്ങൾ ആലോചിച്ചിട്ട്. ആ അത് വിടാതെ അതിങ്ങനെ നമ്മൾ പിന്നെ അഡിക്റ്റ് ആവും കുറെ കഴിയുമ്പോൾ. അഡിക്റ്റ് ആവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചിന്തിച്ചില്ലെങ്കിൽ അന്ന് ഉറങ്ങാൻ പറ്റില്ല. ചില ആൾക്കാർ രണ്ടെണ്ണം അടിക്കാതെ എങ്ങനെ രാത്രി കിടന്ന് ഉറങ്ങാൻ കൈ വിറയ്ക്കും എന്ന് പറഞ്ഞ പോലെയാണ് ഈ ചിന്തിച്ച് ജീവിക്കാൻ പറ്റില്ല. അത് അഡിക്റ്റ് ആയിട്ട് മാറും. വിഷമിച്ചിരിക്കാൻ കരയാന്നുള്ള അഡിക്റ്റ് ആയിട്ട് മാറും. പിന്നെ ചില ആൾക്കാർ പ്രാർത്ഥിക്കുമ്പോൾ കരയണം. എത്ര കുറവാണ്, മുന്നത്തേലും എത്രയും കുറവാണ് സർ. വെരി ഗുഡ്, സൂപ്പർ.
അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ പോയ കാലത്തെ കുറിച്ച് ഇനി ഒരിക്കലും സംഭവിക്കണ കാര്യമല്ല എങ്കിൽ പോലും അതിങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിച്ച് കരഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു മോശമായിട്ടുള്ള സംഭവം ജീവിതത്തിൽ നടന്നു, അത് വീണ്ടും വീണ്ടും വളരെ awkward ആയിട്ട് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അതും വളരെ മോശമായിട്ട് സംഭവം നടന്നു പോയി, അത് ഇന്നലെ റിഗ്രറ്റ് ചെയ്ത് ചെയ്യാൻ ചെയ്യണ്ടായിരുന്നു, അതിപ്പോ ചെയ്യാൻ പാടില്ല, എന്റെ കയ്യിൽ അങ്ങനെ പറ്റിപ്പോയി, വന്നുപോയി, ഈ രീതിയിൽ ചിന്തിച്ചുകൊണ്ടേയിരിക്കുക. ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പറഞ്ഞു. പാറ്റേൺ ആണത്. ചെക്ക് ചെയ്യുക അങ്ങനത്തെ ഈ കൂട്ടത്തിലുണ്ടോ. ക്ലിയർ. അഞ്ചാമത്തത് വറി അബൌട്ട് ഫ്യൂച്ചർ. ഭാവിയെ കുറിച്ച് ഭയങ്കരമായിട്ടുള്ള പേടി, ഭാവിയെ കുറിച്ചുള്ള അനാവശ്യമായിട്ടുള്ള ചിന്തകൾ, നെഗറ്റീവായിട്ടുള്ള ഔട്ട്കംസ് ആണ് ഇവർ ചിന്തിക്കുക. ഭാവിയെ കുറിച്ച് പോസിറ്റീവ് അല്ല, നെഗറ്റീവായിട്ട് ചിന്തിക്കുക. കണ്ടിന്യൂസ്ലി എന്താ പറയാ, സ്പെക്കുലേറ്റിംഗ് അബൌട്ട് ഫ്യൂച്ചർ, പൊട്ടൻഷ്യൽ ഫ്യൂച്ചർ. ആ ഭാവിയിൽ ഉണ്ടാവുന്ന ആ സാധനത്തെ പ്രോബ്ലംസും പോസിബിൾ നെഗറ്റീവ് ഔട്ട്കംസ് ആയിട്ട് കണ്ടുകൊണ്ടേയിരിക്കുക. എപ്പോഴും ഉണ്ടോ? വ്യാകുലത എന്ന് പറയാ, ആകുലത, വ്യാകുലത ഭയങ്കര ഡേഞ്ചറസ് ആയിട്ട് ഓവർ തിങ്കിങ് പാറ്റേൺ ആണ്. ഇഫ് സംതിങ് വെന്റ് റോങ്, എന്തെങ്കിലും മോശം സംഭവിച്ചു പോയാലോ, ഇഫ് ഐ എം നോട്ട് പാസ്, ഞാൻ ജയിച്ചില്ലെങ്കിലോ, ഞാൻ പ്രിപ്പയർ ചെയ്തില്ലെങ്കിലോ. ഇപ്പോ എന്താണ്, ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുന്നതിന് മുമ്പ് ദിവസങ്ങൾക്ക് മുമ്പേ ചിന്തിച്ചു കൂട്ടാണ്, തെറ്റിയാലോ, തെറ്റിപ്പോയാലോ, ആ കമ്പിയിൽ ഇടിച്ചാലോ എന്നുള്ള ചിന്ത. സജ്ജിത സിജോയ്ക്ക് അങ്ങനെ കുഴപ്പമില്ലേ? കൊണ്ടുവരിക്കുന്നുണ്ട്. ഉണ്ട്. വെരി ഗുഡ്, സൂപ്പർ. അങ്ങനത്തെ ആൾക്കാർ ചെക്ക് ചെയ്ത് പോവാ. അത് ഓവർ തിങ്കിങ് ആണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പ്രോസസ്സിന് ഭയങ്കരമായിട്ട് ബാധിക്കും. അഞ്ചാമത്തെ. ആറാമത്തത് ഓവർ ജനറലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു കൂട്ടുക. അവരങ്ങനെ ചിന്തിക്കില്ലേ, അവരങ്ങനെ പറയില്ലേ, അവരങ്ങനെ ചിന്തിച്ചാലോ. നേരത്തെ പറഞ്ഞിട്ട് വേറെ പോയിന്റ് ആണ്. ഒരു സിംഗിൾ ഇവന്റോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ടാവും ചിലപ്പോൾ നേരത്തെ പണ്ടെപ്പോഴെങ്കിലും, അത് എല്ലാവരിലും കാണുന്ന ഒരു സ്വഭാവം. അപ്പൊ പണ്ടെപ്പോഴോ ഒരു കാര്യം ചെയ്തു ഒരാൾക്കൊരു ബുദ്ധിമുട്ട് വന്നെങ്കിൽ വീണ്ടും വീണ്ടും മറ്റുള്ള ബുദ്ധിമുട്ട്, സെയിം ബുദ്ധിമുട്ട് തന്നെ വീണ്ടും വരില്ലേ, വീണ്ടും വരില്ലേ, വീണ്ടും വരില്ലേ എന്ന് ഭയങ്കരമായിട്ട് ചിന്തിക്കുക. അങ്ങനത്തെ ചിന്ത ആൾക്കാർക്കുണ്ടോ? പണ്ടെപ്പോഴും നമ്മൾ ചെയ്തു, ഒരാൾക്കൊരു ബുദ്ധിമുട്ട് വന്നു, അല്ലെങ്കിൽ ഒരു ചിക്കൻ കറി ഉണ്ടാക്കി അന്നത്തെ ദിവസം കൊച്ചിന് വയറുവേദന വന്നു, ഛർദിൽ ഉണ്ടായെങ്കിൽ എപ്പോഴും ചിക്കൻ കറിക്ക് ചിന്തിക്കുമ്പോൾ പോലും വീണ്ടും ചെറുക്കൻ അങ്ങനെ ഛർദിക്കുമോ എന്നുള്ള എക്സാമ്പിൾ പറഞ്ഞാട്ടോ. ഉണ്ടോ? ക്ലിയർ. ഇനി ഓവർ ജനറലൈസേഷൻ എന്ന് പറയാ, ഞാൻ പലപ്പോഴും പൂർണ്ണിമ എടുത്ത് പറയാറുണ്ടെങ്കിൽ ഓവർ ജനറലൈസേഷൻ സംസാരിക്കേണ്ടത് പറയാറുണ്ട്, അല്ലെ പൂർണ്ണിമ? അവരിനി ഫോൺ എടുത്തില്ലെങ്കിൽ അവർ ബുദ്ധിമുട്ടിലാണെങ്കിലോ, അവരിനി തിരക്കാണെങ്കിലോ എന്ന് ചിന്തിക്കുന്നതൊക്കെ ഓവർ ജനറലൈസേഷനാണ്. ഒരാൾ ഫോൺ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കണം, അയാൾ തിരക്കാണെങ്കിലോ, അയാൾക്ക് അത് ബുദ്ധിമുട്ടായാലോ എന്നുള്ള സാധനം. ക്ലിയർ. അപ്പൊ ഈ രീതിയിലുള്ള സാധനം ഓവർ തിങ്കിങ് ആണെന്ന് പറയാ. ഇതും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പ്രോസസ്സിനൊക്കെ ഭയങ്കരമായിട്ട് ബാധിക്കും. ക്ലിയർ ആണെന്ന് വിചാരിക്കണം. റെഡി? 6. ഏഴാമത്തത് സെൽഫ് ഡൗട്ട് ആൻഡ് ഇമ്പോസ്റ്റർ സിൻഡ്രം എന്ന് പറയും. സെൽഫ് ഡൗട്ട് ആൻഡ് ഇമ്പോസ്റ്റർ സിൻഡ്രം, അതായത് കോൺസ്റ്റന്റ്ലി ക്വസ്റ്റ്യനിങ് അബൌട്ട് എബിലിറ്റീസ്, നമ്മളുടെ എബിലിറ്റികൾ, കഴിവുകളെ കുറിച്ച് നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക. സ്വന്തം കഴിവിനെ കുറിച്ച്. ജോലിയുള്ള ആൾക്കാരൊക്കെ ഈ സാധനം ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ടാവും. പിന്നെ ഓവർ അനലൈസിങ് എന്ന് പറയാം. നിങ്ങൾ ഓരോ പുതിയ പ്രൊജക്ട് എടുക്കുമ്പോഴോ ഒരു പുതിയ ബിസിനസ് ചെയ്യാൻ പോകുമ്പോഴോ ഭയങ്കരമായിട്ട് അതിന്റെ നെഗറ്റീവായിട്ട് അനലൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഭയങ്കരമായിട്ട് ശരിയായില്ലെങ്കിലോ, ശരിയാവോ, നന്നാവോ, നന്നായില്ലെങ്കിലോ, ഇത് വിജയിച്ചില്ലെങ്കിലോ എന്നുള്ള രീതിയിലുള്ള ഓവറായിട്ടുള്ള ചിന്ത. ക്ലിയർ. മറ്റുള്ളവർ എന്റെ തെറ്റ് കണ്ടുപിടിച്ചാലോ, എന്റെ കുറ്റം കണ്ടുപിടിച്ചാലോ എന്നുള്ള ഭയങ്കരമായിട്ടുള്ള കുറച്ച് ഈഗോള്ള ആൾക്കാർ ഈ സാധനമായിട്ട് കൂടുതലായിരിക്കും. മോശമായി പോയാലോ, ശരിയായില്ലെങ്കിലോ എന്നുള്ള ചിന്ത. റെഡിയല്ലേ? 7 ഞാൻ സംസാരിച്ചു. 7 തരം ഓവർ തിങ്കിങ്. അല്ല, ഒന്നാമത്തെ ഞാൻ സംസാരിച്ചത് മെന്റൽ ചാറ്റ്. മെന്റൽ ചാറ്റാണ് സംസാരിച്ചത്. ഉള്ളിൽ കിടന്ന് ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ കാട് കയറി സംസാരം വരിക. 2 മൈൻഡ് റീഡിംഗ് ആണ്, മറ്റുള്ള ആൾക്കാർ എന്ത് വിചാരിക്കുന്ന ചിന്ത ഭയങ്കരമായിട്ട് വരിക. 3 ഓവർ ഡ്രൈവ് ആണ്. ഓവർ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ചെറിയ സംഭവത്തെ വലിയ സംഭവമായിട്ട് നെഗറ്റീവായിട്ട് ചിന്തിച്ച് കൂട്ടുന്ന ഓവർ ഡ്രൈവ് എന്ന് പറയുന്നത്. റൂമിനേഷൻ എന്ന് പറയാൻ കണ്ടിന്യൂസ് റീപ്ലേയിങ് അബൌട്ട് പാസ്റ്റിൽ ഒരു സംഭവം നടന്നതിനെ കുറിച്ച് ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു വീണ്ടും 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 അത് കണ്ടുകൊണ്ടേയിരിക്കുക, റീപ്ലേ ചെയ്തുകൊണ്ടേയിരിക്കും മനസ്സിൽ. ആണ് റൂമിനേഷൻ. 5 വറി അബൌട്ട് ഫ്യൂച്ചർ, ഭാവിയെ കുറിച്ച് ഭയങ്കരമായിട്ടുള്ള ആകുലത, വ്യാകുലത, നെഗറ്റീവായിട്ട് ആകുലപ്പെട്ടുകൊണ്ടേയിരിക്കുക. മോശമായാലോ സംഭവിച്ചു പോയാലോ എന്ന സാധനം. ഓവർ മൈൻഡ് റീഡിങ്. പ്രസിദ്ധയ്ക്ക് ഡൗട്ട് എന്താ? പ്രസിദ്ധ ചോദിച്ചോളൂ. പ്രസിദ്ധ അൺമ്യൂട്ട് ചെയ്യാം. ഡൗട്ടല്ല, മൈൻഡ് റീഡിങ് പറഞ്ഞു, അത്രേ ഉള്ളൂ. ഓക്കെ ശരി. ഓക്കെ ശരി. ഓവർ ഡ്രൈവ്, റൂമിനേഷൻ സംസാരിച്ചു. അതിനുശേഷം വറി അബൌട്ട് ഫ്യൂച്ചർ, ഭാവിയെ കുറിച്ചുള്ള അനാവശ്യമായിട്ടുള്ള ആകുലത, വ്യാകുലത,
ആറ് ഓവർ ജനറലൈസേഷൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു ആൾക്കാർ നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് അയാൾ അങ്ങനെ ചിന്തിച്ചാലോ അങ്ങനെ ശരിയായിരുന്നെങ്കിലോ എന്റെ കുറ്റം കണ്ടുപിടിച്ചാലോ എന്നൊക്കെയുള്ള ഭയങ്കരമായിട്ടുള്ള പേടി, സെൽഫ് ഡൗട്ട്, അവനെ കുറിച്ചുള്ള അനാവശ്യമായിട്ടുള്ള ഡൗട്ട്, ഇമ്പോസ്റ്റർ, എന്റെ തെറ്റുകൾ കുറ്റങ്ങൾ മറ്റുള്ള ആൾക്കാർ കണ്ടുപിടിച്ചാലോ എന്നുള്ള പേടി, അവനവന്റെ എബിലിറ്റീസിലുള്ള വിശ്വാസക്കുറവ്, കഴിവ് വിശ്വാസക്കുറവ്, ബിസിനസ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് അതൊക്കെ മോശമായിരുന്നു, ഓവറായിട്ടുള്ള തിങ്കിങ്. ഈ 7 തരം ഓവർ തിങ്കിങ് ഉള്ള ആൾക്കാർ ചെക്ക് ചെയ്യുക. അതിൽ ഏതെങ്കിലും നിങ്ങൾക്കുണ്ടോ ഒന്ന് പറയാമോ? എത്ര എണ്ണം ഉണ്ട് നിങ്ങൾക്ക് 7 സുമി, ഷാജു, എത്ര എണ്ണം ഉണ്ട് ഓവർ തിങ്കിങ്? ഓവർ തിങ്കിങ് ഉണ്ടോ നിങ്ങൾക്ക്? ഉണ്ട് സാർ. എത്ര എണ്ണം ഉണ്ട്. ഉണ്ട് ഞാനിപ്പോ ഇതില് കേട്ടപ്പം ഓൾമോസ്റ്റ് എല്ലാം തന്നെ എനിക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുക. വെരി ഗുഡ്, കൺഗ്രാചുലേഷൻസ്. എനിക്കും ഓൾമോസ്റ്റ് ഒക്കെ തന്നെ ഉണ്ട്. ഉണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഓവർ തിങ്ക് ഉള്ള ആൾക്കാർ ഒന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് എപ്പോഴും ഹാപ്പിനെസ് ഇരിക്കാൻ പറ്റുന്നുണ്ടോ? ഹാപ്പിനെസ് ഉണ്ട്. എനിക്ക് അങ്ങനെ വേരിയേഷൻ വരാം. ചെക്ക് ചെയ്യുക. സുമി, ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഹാപ്പിനെസ്, ഫുൾ ടൈം ഹാപ്പി ആയിരിക്കാൻ പറ്റില്ലെങ്കിൽ പോലും നിങ്ങൾ നല്ലൊരു സന്തോഷം വന്നാൽ തൊട്ട് പുറകെ നിങ്ങൾക്ക് സങ്കടപ്പെടാൻ സാധനം വന്നുകൊണ്ടിരിക്കുക അതിന്റെ കൂടെ. കറക്റ്റ് ആണ്. ചെക്ക് ചെയ്ത് നോക്കുക. ബിക്കോസ് വെയിറ്റിംഗ് ദാറ്റ് സാഡ്നസ് ഇൻ ടു യുവർ ലൈഫ്. ഓവർ തിങ്കിങ് കൊണ്ടാണ്. രണ്ടാമത്തെ, ആഗ്രഹിച്ച പോലെ ജീവിതം പോവില്ല. ജോലിയിലായാലും ബിസിനസ് ആയാലും ബന്ധങ്ങളായാലും എവിടെയെങ്കിലൊക്കെ നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ ഇംബാലൻസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. സത്യം. അത് ഒരു വറിയായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കും. 3, നിങ്ങളുടെ ശരീരത്തിൽ അതിന്റെ എന്താണ് സിംറ്റംസ് കാണിച്ചുകൊണ്ടിരിക്കും. നിരന്തരമായിട്ട് എന്തെങ്കിലും അസുഖം വരിക, വയ്യായ്ക വരിക, പനി, എപ്പോഴും ജലദോഷം വരിക, പനി വരിക, തൊണ്ടവേദന ഭയങ്കരമായിട്ട് ഇടയ്ക്ക് വാങ്ങിച്ചു വരിക, ചുമ എപ്പോഴും ഒരു കാരണമാണ് ചുമ വരിക രാത്രി കിടക്കാൻ നേരത്തൊക്കെ. ഇതൊക്കെ നിങ്ങളുടെ ബോഡി സിംറ്റംസ് ആയിട്ട് കാണിച്ചു തരുന്നുണ്ട് ഓവർ തിങ്കിങ്ങിന്റെ കുഴപ്പം ഉണ്ടോ? ഇപ്പൊ ഓവർ തിങ്കിങ് ഉള്ള ആൾക്കാരൊന്ന് ചെക്ക് ചെയ്യുക ഇങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോന്ന്. റെഡി? അപ്പൊ നമുക്ക് നോക്കാം. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് ഓവർ തിങ്കിങ്ങിനെ ഹൗ ടു ഗെറ്റ് റിഡ് ഓഫ് ഓവർ തിങ്കിങ്. ഇതൊരു എന്താ പറയുക, സ്വഭാവം നേരത്തെ പറഞ്ഞു, നമുക്ക് സുന്ദരമായിട്ട് ഈ സാധനം മാറ്റിയെടുക്കാം. പ്രൊവൈഡർ കുറച്ച് കാര്യം നമ്മൾ ശ്രദ്ധിച്ച് ചെയ്ത് പോകേണ്ടതുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഒരു 7 കാര്യങ്ങൾ സംസാരിക്കാം. ഒന്ന് നോട്ട് ചെയ്യാം. 8 കാര്യം സംസാരിക്കാം. നോട്ട് ചെയ്യാം. ഒന്നാമത്തെ പോയിന്റ്, ബ്രിങ് അവയർനെസ് ടു ഓവർ തിങ്കിങ്. ഓവർ തിങ്കിങ് ഇനി മുതൽ ഉണ്ടാകുമ്പോൾ ചിന്തിക്കുക, ഇത് ഓവർ തിങ്കിങ് ആണല്ലോ എന്ന് ചിന്ത കൊണ്ടുവരാം. ഓക്കെ ആണോ? ഇനി മുതൽ ഇപ്പൊ നിങ്ങൾ കേട്ടു 7 തരം ഓവർ തിങ്കിങ്ങിനെ കുറിച്ച് കേട്ടു. ഇന്ന് മുതൽ ഈ സെഷൻ കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞ് നിങ്ങൾ കുളിക്കുമ്പോഴൊക്കെ ഈ ചിന്ത ഭയങ്കരമായിട്ട് വരും. അപ്പൊ ചിന്തിക്കുക, ഓവർ തിങ്കിങ് ആണല്ലോ ഇത് എന്നുള്ള സാധനം അപ്പോഴെ കൊണ്ടുവരാം. ബിജുമോട് മനസ്സിലാവുന്നുണ്ടോ പറയണേ? ഓവർ തിങ്കിങ് ഉണ്ടോ? നിങ്ങളുടെ മുഖത്ത്, നിങ്ങളുടെ നെറ്റിയിൽ ആലേഖനം ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്ക് ഓവർ തിങ്കിങ് ഉണ്ടേന്ന്. ഓക്കെ. അപ്പൊ നിങ്ങൾ ചിന്തിക്കണം, ഇനി മുതൽ അങ്ങനെ ചിന്ത വരും അപ്പൊ ചിന്തിക്കണം, ഇത് ഓവർ തിങ്കിങ് ആണല്ലോ, ഇത് ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞ പോലെ സാധനമാണല്ലോ എന്നുള്ള സാധനം ചെക്ക് ചെയ്യുക. നോട്ടീസ് വെൻ ഇസ് ഹാപ്പനിങ്. സംഭവിക്കും, പറയാ ഐ ആം ഓവർ തിങ്കിങ്, ഞാൻ ഓവർ തിങ്ക് ചെയ്യാണ്. ലെറ്റ് മീ ഷിഫ്റ്റ് ഫോക്കസ്. എത്രയും വേണ്ടി എനിക്കത് മാറണം, എത്രയും വേണ്ടി ഈ ചിന്ത എനിക്കത് മാറ്റണം. ഈ അവയർനെസ് നിങ്ങൾക്ക് വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഓവർ തിങ്കിങ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് പോയിന്റ് ഞാൻ ഈ പറയണേ, സെൽഫ് അവയർനെസ്, സ്വന്തമായിട്ട് മനസ്സിലാക്കി എടുക്കുക ഓവർ തിങ്കിങ് ആണ്. ആ ഓവർ തിങ്കിങ്ങിനെ ലേബൽ ചെയ്യുക, ഒന്ന് എടുക്കുക, ദിസ് ഇസ് ജസ്റ്റ് ഫിയർ, ഇത് വെറുതെ പേടിയാണ്. 90% പേടി അനാവശ്യമായിട്ട് നടക്കാത്ത കാര്യമാണെന്ന് പറയാം. ജീവിതത്തിൽ നടക്കുന്ന 90% പേടി, 90% ഫിയർ ഫേക്ക് ഫോൾസ് ഫിയർ ആണെന്ന് പറയാം. ശരിയല്ലേ? 10% നടക്കാൻ സാധ്യതയുള്ളൂ, അപ്പോൾ നടക്കുമെന്ന് പറയുന്നില്ല. ബാക്കി 90% ആവശ്യമില്ലാത്ത പേടിയാണ്, അല്ലേ? നേരത്തെ പറഞ്ഞ ഷമീർ ശരിയല്ലേ? ശരിയാണ്. ഒക്കെ നമ്മൾ ഹൈപ്പോത്തറ്റിക്കലാണ്, നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. 10% നടക്കാൻ സാധ്യതയുള്ള പേടി. ഒന്നാമത്തെ പോയി നോട്ട് ചെയ്യുക, അവയർനെസ് കൊടുക്കുക. ദിസ് ഇസ് ജസ്റ്റ് ഒരു ടോക്കിംഗ് ആണ്, എൻ്റെ ഉള്ളിൽ പറയുന്ന മെന്റൽ ചാപ്റ്റർ ആണ്, അല്ലെങ്കിൽ റുമിനസ് ആണ്, അല്ലെങ്കിൽ വറി അബൌട്ട് ഫ്യൂച്ചർ ആണ്. ഇത് വെറുതെ ഉണ്ടാകുന്ന സാധനമാണ്, ഇത് വെറുതെ എൻ്റെ പഴയ കാലത്തെ കുറിച്ച് വീണ്ടും ചിന്തിച്ചു കൂട്ടുന്നതാണ്, ഇത് കഴിഞ്ഞു പോയ കാര്യമാണ്, ഇനി ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്ന് നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിനെ, മനസ്സിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക. സെൽഫ് ടോക്ക്, പോസിറ്റീവ് ആയിട്ടുള്ള സെൽഫ് ടോക്ക് കൊണ്ട് ഓവർകം ചെയ്യണം. അങ്ങനെ നിങ്ങൾ ഇനീഷ്യലി പറഞ്ഞു തുടങ്ങി ഇങ്ങനെ പറഞ്ഞ് പയ്യെ നിങ്ങളുടെ ഓവർ തിങ്കിങ്, ആ സാധനം പയ്യെ നിങ്ങൾ മാറാൻ പോകും. റെഡി? ഓവർ തിങ്കിങ് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനം. ഒരുപാട് സ്ത്രീകളിൽ, പ്രത്യേകിച്ച് കല്യാണ കഴിഞ്ഞ സ്ത്രീകൾ ഭയങ്കരമായിട്ട് ഉണ്ടെന്ന് പറയാം. എൻഗേജ്മെന്റ് കുറഞ്ഞ സ്ത്രീകൾ, ജോലി അല്ലെങ്കിൽ വീട്ടിൽ വന്നിരിക്കുന്ന സ്ത്രീകൾ സാധനം വളരെ കൂടുതലാണ്. അപ്പൊ ബ്രിങ് അവയർനെസ്. 2, ഷിഫ്റ്റ് ഫോക്കസ് ടു പ്രസന്റ് മൊമെന്റ്.
ഷിഫ്റ്റ് ഫോക്കസ്. മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞ സാധനം, മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ പ്രസന്റിൽ എല്ലാം നിറഞ്ഞ അവസ്ഥയിൽ ജീവിക്കുക എന്നുള്ളതാണ്. മൈൻഡ്ഫുൾനെസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഓവർ തിങ്കിങ് ഉണ്ടാവില്ല. രണ്ടാമത്തെ പോയിന്റ്, ഷിഫ്റ്റ് ഫോക്കസ് ടു പ്രസന്റ് മൂമെന്റ്. മോസ്റ്റ് ഓഫ് ദി ഓവർ തിങ്കിങ്, ഈ ഓവർ തിങ്കിങ് പ്രധാനമായിട്ടും കഴിഞ്ഞു പോയ ഭൂതത്തെ കുറിച്ചോ അല്ലെങ്കിൽ ഭാവിയെ കുറിച്ചായിരിക്കും ഉണ്ടാവുക, അല്ലെ? കഴിഞ്ഞുപോയ കാര്യങ്ങൾ, സംഭവിച്ച കാര്യങ്ങൾ, ഇല്ല നടക്കാൻ പോകുന്നതിനെ കുറിച്ചുള്ള സാധനങ്ങൾ, ഈ രണ്ട് സാധനത്തെ കുറിച്ചായിരിക്കും എപ്പോഴും ഓവർ തിങ്കിങ് ഉണ്ടാവുക. അപ്പൊ ഈ രണ്ട് സാധനം മാറുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ലീവ് ഇൻ ദ പ്രസന്റ് മൊമെന്റിൽ നിങ്ങൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ പഴയ കാര്യങ്ങളും ഭൂതകാല കാര്യങ്ങളും നിങ്ങൾ മൈൻഡ് ചെയ്യാണ്ടാവും പയ്യെ പയ്യെ. എങ്ങനെയാണ്? 3 രീതിയിലാണ് പ്രസന്റ് മൊമെന്റ് ജീവിക്കേണ്ടത്. ഇങ്ങനത്തെ ചിന്ത വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഒന്നെങ്കിൽ ടേക്ക് ഡീപ് ബ്രത്ത്, ദീർഘമായ ശ്വാസം എടുത്തിട്ട് ശ്വാസത്തിന്റെ ഇഫക്റ്റ്, ശ്വാസത്തിന്റെ ചലനം, ഇതെല്ലാം നിങ്ങൾ ശരീരത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. മൂക്കിലൂടെ കയറുന്നത്, ലങ്സ് നിറയുന്നത്, പുറത്തു പോകുന്നതായിട്ടൊക്കെ നിങ്ങൾ ചിന്തിക്കുക. കാരണം ചിന്തയെ നിങ്ങൾ മൊത്തം ഈ പ്രസന്റ് ബ്രീത്തിങ് മെത്തേഡിലേക്ക് മാറ്റാം. അത് ഒന്നാമത്തെ. രണ്ടാമത്തത്, ഗ്രൗണ്ട് യുവർ സെൽഫ്. ഷിഫ്റ്റ് ഫോക്കസ് പ്രസന്റ് മൊമെന്റിൽ മാറാൻ ചെയ്യേണ്ടത്, ഒന്ന് ഡീപ് ബ്രത്ത് എടുക്കുക, രണ്ട് ഗ്രൗണ്ട് യുവർ സെൽഫ്. ഗ്രൗണ്ട് യുവർ സെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടച്ച് സംതിങ് അറൗണ്ട്. നിങ്ങൾ ചുറ്റുള്ള എന്ത് സാധനത്തിൽ പിടിക്കാം, ഏതെങ്കിലും ഇപ്പോ ഇരുമ്പിന്റെയോ അല്ലെങ്കിൽ മരത്തിന്, ഗ്രൗണ്ടിങ് എക്സസൈസ് എന്ന് പറയാം. അത് പിടിച്ച് നിലത്ത് ചമ്പളം ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രസന്റ് മൊമെന്റിലേക്ക് മാറിപ്പോകാൻ പറ്റുന്നതാണ് സ്റ്റഡീസ് പറയുന്നത്, സയന്റിഫിക് സ്റ്റഡീസ് പറയുന്നത്. അപ്പൊ ഈ ചിന്ത വരുമ്പോൾ തന്നെ നേരെ നിങ്ങൾ ശ്രദ്ധയെ മാറ്റിയിട്ട് അടുത്തുള്ള ഏതൊരു സാധനത്തിൽ നോക്കുക, ആ സാധനത്തിൽ പിടിക്കുക, അത് കയ്യിലെടുക്കുക, അതിൽ നോക്കുക, അതിന് സൗന്ദര്യം ആസ്വദിക്കുക, നിലത്തിരിക്കുക. ഗ്രൗണ്ട് യുവർ സെൽഫ്. 3, എൻഗേജ് യുവർ സെൻസസ്. അതിനുശേഷം നിങ്ങൾ ആ കാണുന്ന സാധനത്തെ മണക്കുക, ഒന്ന് ശബ്ദം എന്തെങ്കിലും കേൾക്കാൻ നോക്കുക, അതിന് ടെക്സ്റ്റ് ഫീൽ ചെയ്യുക. അപ്പൊ ചിന്തയെ മൊത്തം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വേറെ പാറ്റേണിലേക്ക് മാറുന്നുണ്ടാവും. ശരിയല്ലേ? ബ്രീത്ത് എടുക്കുക, ഗ്രൗണ്ട് ചെയ്യുക, എൻഗേജ് ചെയ്യുക നിങ്ങളുടെ സെൻസസിനെ. 5 സെൻസസിനെ എൻഗേജ് ചെയ്യുക. അപ്പൊ ആ ചിന്ത പെട്ടെന്ന് കട്ടാവും. ഭാവിയെ കുറിച്ചോ ഭൂതകാലത്തെ കുറിച്ചുള്ള ചിന്ത വന്ന ചിന്ത ഓട്ടോമാറ്റിക് കട്ട് ചെയ്ത് പ്രസന്റ് മൊമെന്റിലേക്ക് മാറാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. ക്ലിയർ ആണോ? ക്ലിയർ? സംഗവി ദുർഗ ക്ലിയർ? അല്ലെങ്കിൽ ചോദിക്കാം. ഓക്കെ. മൂന്നാമത്തത് എന്താ ചോദിച്ചോ? എന്താ ചോദിച്ചോ സംഗവി? ഇല്ല, ചോദിച്ചില്ലല്ലോ. ഓക്കെ, ഫൈൻ. ഓക്കെ, ശരി. മൂന്നാമത്തത് നോട്ട് ചെയ്യുക, റെഡ്യൂസ് ഇൻഫോർമേഷൻ ഓവർലോഡ്. ഇന്ന് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയ, ട്വിറ്റർ പോലുള്ള സാധനങ്ങൾ, ഫേസ്ബുക്ക്, കണ്ടമാനം ന്യൂസ് ഓവർലോഡാ. ഒത്തിരി സാധനങ്ങൾ നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഒക്കെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട് ഈ ഇൻഫർമേഷൻ ഓവർലോഡ്, അല്ലെ? ബോംബാർഡ്മെന്റ് ആണ്, ബോംബാർഡിങ് ഓഫ് ഇൻഫർമേഷൻസ് എന്ന് പറയാ. ടു മച്ച് സോഷ്യൽ മീഡിയ, ന്യൂസ്, എക്സ്റ്റേണൽ നോയ്സസ്, ഭയങ്കരമായിട്ട് ഒച്ചപ്പാട് മേളങ്ങളിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഓവർ തിങ്ക് വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതൽ. അപ്പൊ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അൺഫോളോ നെഗറ്റീവ് അക്കൗണ്ട്സ്. നിങ്ങൾക്ക് നെഗറ്റീവ് അക്കൗണ്ട്സ് ഉണ്ടെങ്കിൽ ഇന്ന് മുതൽ അൺഫോളോ ചെയ്യുക. ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ, എൻ്റെ ഫേസ്ബുക്കിൽ നിന്ന് ഒരുപാട് പേരെ ഞാൻ അൺഫോളോ ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേരെ ഞാൻ അൺഫ്രണ്ട് ആക്കിയിട്ടുണ്ട്. എപ്പോഴും പൊളിറ്റിക്സ് പറയുന്ന ആൾക്കാർ, ഒന്നുകിൽ മോദി കുറ്റം പറയുന്ന ആൾക്കാരായിരിക്കും, ഇല്ലെങ്കിൽ രാഹുൽ ഗാന്ധി കുറ്റം പറയുന്ന ആൾക്കാരായിരിക്കും, ഇല്ലെങ്കിൽ പിണറായി വിജയൻ കുറ്റം പറയുന്ന ആൾക്കാരായിരിക്കും. സദാസമയം ഇതെല്ലാം ഒന്നും പോസ്റ്റ് ചെയ്യാനില്ല. ഇല്ലേ നിങ്ങൾക്ക് അങ്ങനത്തെ കൂട്ടുകാർ? എന്നെ ഞാൻ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്ന സമയത്ത് അന്ന് അവിടുത്തെ മാർക്കറ്റിൽ ഒരാളെ പരിചയപ്പെട്ടു. അവിടുത്തെ പച്ചക്കറി നടത്തുന്ന ആളാണ്. ഈ പച്ചക്കറി നടത്തുന്ന ആള് നല്ല കൂട്ടായി. അങ്ങനെ അയാൾ എന്നെ അവരുടെ ഗ്രൂപ്പിൽ എന്നെ ആഡ് ചെയ്തു. ആ ഗ്രൂപ്പിൽ വേറെ ഒന്നും ചർച്ചയില്ല, കംപ്ലീറ്റ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, അപകടങ്ങൾ, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, ആ നാട്ടിൽ വണ്ടി ഇടിച്ചു ആക്സിഡന്റ് പറ്റിയ ഫോട്ടോസ്, ഇതല്ലാതെ ഗ്രൂപ്പിൽ ഒന്നുമില്ല. ഞാൻ ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയി. ഒരു ഗുണമില്ല ഗ്രൂപ്പില്. എന്നെ അനാവശ്യമായിട്ട് ചിന്തിച്ച് കൂട്ടാന്നല്ലാതെ വേറെ ഒരു ഗുണവുമില്ല. ആ സമയം വേറെ ഗ്രൂപ്പിൽ തന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ആഡ് ചെയ്തു. എപ്പോഴും എന്താണ് തമാശകൾ അല്ലെങ്കിൽ പോണായിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഇടുന്ന ഗ്രൂപ്പ്. ആ ഗ്രൂപ്പ് വളരെ സന്തോഷത്തോടുകൂടി ഞാൻ കണ്ടോണ്ട് ഇപ്പോഴും ഉണ്ട് ആ ഗ്രൂപ്പിലെ. അതിൽ എപ്പോഴും തമാശകൾ, വളിപ്പുകൾ, അല്ലെങ്കിൽ അലമ്പുകൾ, വൃത്തികൾ, ഇതൊക്കെ ഇട്ട് തമാശ രീതിയിൽ ഇടുന്നൊരു ഗ്രൂപ്പ്. ഐ എം എൻജോയിങ് ദാറ്റ് ഗ്രൂപ്പ്. റെഡി അല്ലേ? അപ്പൊ അങ്ങനത്തെ ഗ്രൂപ്പിനെ ഇന്ന് മുതൽ അൺഫോളോ ചെയ്യുക. ആ നെഗറ്റീവ് അക്കൗണ്ട്സ് ഇന്ന് മുതൽ കട്ട് ചെയ്യുക, അൺഫ്രണ്ട് ആക്കുക, അൺഫോളോ ചെയ്യുക. 2, സെറ്റ് സ്ക്രീൻ ടൈം. നിങ്ങൾ സ്ക്രീൻ ഫ്രീ ടൈം സെറ്റ് ചെയ്യുക. ഞാൻ ഇത്ര നേരം ഞാൻ മൊബൈൽ നോക്കുകയുള്ളൂ. അപ്പൊ ഓവർ തിങ്കിങ് ഉള്ള ആൾക്കാർ ചെക്ക് ചെയ്യുക. നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള ന്യൂസുകൾ കേൾക്കണ്ടോ എന്ന് നോക്കുക, നെഗറ്റീവായിട്ടുള്ള ആളുകളായിട്ട് കൂട്ടുണ്ടോ എന്ന് നോക്കുക. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്യുക. സ്ക്രീൻ ഫ്രീ ടൈം സെറ്റ് ചെയ്യുക. ഇത്ര നേരം മാത്രം, ബാക്കി സമയങ്ങളിൽ ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യുക, എക്സസൈസ് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നു, ചെക്ക് ചെയ്യുക. 3, ഫോക്കസ് ഓൺ വാട്ട് ട്രൂലി മാറ്റേഴ്സ്. എനിക്ക് എന്ത് ഗുണം, ഞാൻ തുറന്നു പറയണം കേട്ടോ, എനിക്ക് എന്ത് ഗുണം, അതിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. എനിക്ക് എന്ത് ഗുണം കിട്ടും, എൻ്റെ ഭാവിക്ക് എന്താണ് ഗുണം, എൻ്റെ ജോലിക്ക് എന്താണ് ഗുണം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടുക. ക്ലിയർ അല്ലേ? ഈ രീതി ചെയ്യുമ്പോൾ ഈ ഓവർലോഡ്, ഇൻഫർമേഷൻ ഓവർലോഡ് ഇഷ്യൂ പയ്യെ മാറാൻ തുടങ്ങുന്നുണ്ടാവും. റെഡി?
ക്ലിയർ. നാലാമത്തത് റീഫ്രെയിം നെഗറ്റീവ് തോട്ട്സ്. നിങ്ങളുടെ ഉള്ളിൽ വരുന്ന നെഗറ്റീവ് തോട്ട്സിനെ റീഫ്രെയിം ചെയ്യണം. ഞാൻ തോറ്റു പോയാലോ എന്നുള്ള ചിന്ത വന്നെങ്കിൽ നേരെ അതിനെ തിരിക്കണം. ഞാൻ നോക്കട്ടെ ജയിക്കുമെന്ന് എന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ചലഞ്ച് ചെയ്യണം. ചലഞ്ച് യുവർ തോട്ട്സ്, റീഫ്രെയിം ചെയ്യണം. ഐ ഓൾവേസ് മേക്ക് മിസ്റ്റേക്ക്, എപ്പോഴും ഞാൻ മിസ്റ്റേക്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ചിന്തിക്കുന്ന ആളുണ്ടെങ്കിൽ നേരെ തിരിക്കുക. ഞാൻ നോക്കട്ടെ, പടിപടിയായിട്ട് മാറ്റം വരുത്താം. മിസ്റ്റേക്സ് ആണെങ്കിൽ വന്നോട്ടെ, പടിപടിയായിട്ട് മാറ്റം വരുത്താം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മാറ്റം വരുത്താം. ഈ രീതിയിൽ റെഡിയാണോ? ചലഞ്ച് യുവർ തോട്ട്സ്. നിങ്ങളുടെ തോട്ട്സ് ഇന്നും പോലെ ചലഞ്ച് ചെയ്യണം. റെഡി? അഞ്ചാമത്തെ പോയിന്റ്, ടേക്ക് ആക്ഷൻ. വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ്. അതായത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ വരാൻ കാത്തു നിൽക്കാതെ സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി. നല്ലൊരു സമയം വരട്ടെ തുടങ്ങാനായിട്ട് എന്ന് ചിന്തിക്കാതെ ചെറിയ സ്റ്റെപ്പെങ്കിലും ഇന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. പെർഫെക്ഷനിസം ഉള്ള ആൾക്കാർക്കുള്ള വലിയ ഡേഞ്ചറസ് ആയിട്ട് കുഴപ്പമില്ല, ചെയ്യാനും പറ്റൂല, ഓവർ തിങ്കിങ്ങും ആയിരിക്കും. ഡു സംതിങ് സ്മോൾ ഇമ്മീഡിയറ്റ്ലി. ചെറിയ ചെറിയ ആക്ഷൻസ് എടുക്കാം. റെഡി? ടേക്ക് ആക്ഷൻ, ഇമ്മീഡിയറ്റ് ആക്ഷൻ. 6, ബ്രേക്ക് ദ പാറ്റേൺ. നിങ്ങളുടെ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ ആ പാറ്റേൺ അങ്ങോട്ട് ചേഞ്ച് ചെയ്യാം. പാറ്റേൺ ഇൻട്രപ്ഷൻ എന്നൊക്കെ NLP തന്നെ പറയാം. അതായത് നിങ്ങളുടെ ഫിസിക്കൽ സ്റ്റേറ്റ് അങ്ങോട്ട് മാറ്റാം. അവിടെ നിന്ന് ചാടി ഇരിക്കുക, ഒന്ന് അങ്ങോട്ട് നടക്കാൻ പോവുക, അല്ലെങ്കിൽ വേറെ ചിന്ത വേറെ കൊണ്ടുപോവുക, ഒന്ന് പാട്ട് ഡാൻസ് കളിക്കുക, അല്ലെങ്കിൽ ബ്രീത്ത് ഔട്ടൊക്കെ ചെയ്യുക. പെട്ടെന്ന് നിങ്ങളുടെ ഇമോഷണൽ ഫിസിക്കൽ സ്റ്റേറ്റ് അങ്ങോട്ട് ചേഞ്ച് ചെയ്യുക. പാറ്റേൺ ഇൻട്രപ്ഷൻ എന്ന് പറയാം. ഏറ്റവും നല്ല സിമ്പിൾ ആയിട്ട് രണ്ട് ഈ ചാനൽ മതി. എന്താണ് നമ്മുടെ ലിംഫാറ്റിക് എക്സസൈസ് എന്ന് പറയാം. ഉപ്പൂറ്റി നിലത്ത് കുത്താതെ തുള്ളുന്ന ഒരു തുള്ളലുണ്ട്, അതിന് ലിംഫാറ്റിക് എക്സസൈസ് എന്ന് പറയാം. അങ്ങനെ ഒരു 10 തവണ തുള്ളുക. അപ്പൊ ഇത് എപ്പോഴൊക്കെയാണ് ആ ചിന്ത വരുന്ന സമയത്ത് ഇതുപോലെ നിങ്ങൾ ലിംഫാറ്റിക് എക്സസൈസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പയ്യെ ബോഡി അതങ്ങോട്ട് അഡാപ്റ്റ് ചെയ്യും സിസ്റ്റത്തിലേക്ക്. ഓവർ തിങ്കിങ് പയ്യെ നിങ്ങൾക്ക് മാറാൻ വന്നുണ്ടാവും. റെഡി അല്ലേ? ക്ലിയർ? ഓക്കെ. 6, ബ്രേക്ക് ദ പാറ്റേൺ. 7, പ്രാക്ടീസ് ലെറ്റ് ഗോ. ലെറ്റ് ഗോ എക്സസൈസ് പ്രാക്ടീസ് ചെയ്യുക. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സറണ്ടർ ടു ദ ഫ്ലോ. ആ ഒരു എന്താണ് പ്രപഞ്ചത്തിന്, ദൈവത്തിന്റെ ആ ഒരു ഇതിലേക്ക് അങ്ങോട്ട് സറണ്ടർ ആവുക. ദൈവം നോക്കിക്കോളും, പ്രപഞ്ചം നോക്കിക്കോളും. ഈ രീതിയിലേക്കുള്ള ചിന്തയെ കൊണ്ടുവരാം. കുറെ കാര്യങ്ങൾ ഇങ്ങനെ മാറുന്നുണ്ടാവും അല്ലെ? എന്നിലേക്ക് വരുന്ന എല്ലാം നല്ലതാണ്. എവറിത്തിങ് ഇസ് ഗുഡ് ഇസ് കം ടു മീ. എല്ലാ സാധനവും നല്ലതാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എനിക്ക് നല്ലത് വരുള്ളൂ. ഈ രീതിയിൽ നിങ്ങൾ ഓവർകം ചെയ്യണം നിങ്ങളുടെ ചിന്തകളെ. ഇപ്പൊ നെഗറ്റീവ് തോട്ട്സ് ഭാവിയെ കുറിച്ച് വരുമ്പോൾ, ജോലിയെക്കുറിച്ച്, നാളെ ഈ ജോലി എനിക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് സെഷൻ ഉണ്ട്, സെഷനിൽ പ്രിപ്പറേഷൻ സംസാരിക്കണം എന്ന് പറയുമ്പോൾ ചിന്തിക്കേണ്ടത് അതൊക്കെ ദൈവം നോക്കിക്കോളും, പ്രപഞ്ചം നോക്കിക്കോളും, ഞാൻ എൻ്റെ കാര്യം മാത്രം ചെയ്താൽ മതി. ഈ രീതിയിൽ ചെയ്യാം. ഓക്കെ ആണോ? പ്രാക്ടീസ് ലെറ്റ് ഗോ. ഐ ട്രസ്റ്റ് ദാറ്റ് എവറിത്തിങ് വിൽ വർക്ക് ഔട്ട്. എല്ലാം ശരിയാവും. ഐ ഡോണ്ട് ഹാവ് ടു കൺട്രോൾ എവറിത്തിങ്. ഞാൻ ഒന്നും കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഹി വിൽ ടേക്ക് കെയർ, ഹി വിൽ കൺട്രോൾ എവറിത്തിങ്. ഈ രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്യാം. റെഡി? നവീൻ കൊല്ലാറ റെഡിയാണ്? ഓക്കെ. 8ാമത്തത്, ലാസ്റ്റ് വൺ, ട്രെയിൻ യുവർ ബ്രെയിൻ ടു തിങ്ക് ലെസ്. നിങ്ങളുടെ ബ്രെയിനിനെ എല്ലാ ദിവസവും ട്രെയിൻ ചെയ്യുക, ചിന്തകൾ കുറയ്ക്കാനായിട്ട്. 5 കാര്യം ഞാൻ പറയാം. അതിൽ 1, എല്ലാ ദിവസവും 5 മിനിറ്റെങ്കിലും മെഡിറ്റേറ്റ് ചെയ്യുക. മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ജീവിതത്തിൽ സംഭവിച്ച നല്ല കാര്യങ്ങളെ കുറിച്ച് മെഡിറ്റേറ്റ് ചെയ്യുക. മെഡിറ്റേഷനിൽ ഇരിക്കുക, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ആനാപാന മെഡിറ്റേഷൻ ചെയ്യാം. ചുമ്മാ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുക. ബ്രെയിനിന് ചിന്തിക്കാൻ എല്ലാ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുക, ലെസ് അവസ്ഥയിലേക്ക്. 2, ടേക്ക് സൈലന്റ് വാക്ക്. ശാന്തമായിട്ട്, വളരെ കാമായിട്ട്, രസകരമായിട്ടുള്ള സ്ഥലത്ത് നടക്കുക. ചെരുപ്പിടാതെ. ഇപ്പൊ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ചേർന്ന് ഈ കാട് പോലെയൊക്കെയുള്ള പ്രദേശമൊക്കെ ഉണ്ടെങ്കിൽ, എന്താണ് വരമ്പ് പോലെ പാടൊക്കെ ഉണ്ടെങ്കിൽ ചെരുപ്പിടാതെ നടക്കുക, ആസ്വദിക്കുക. സൈലന്റ് വാക്സ്. ആരുമില്ല, അത് ഒറ്റയ്ക്ക്. 3, റീഡിങ് കാമിങ് ബുക്സ്. നമുക്ക് സമാധാനം തരുന്ന, സന്തോഷം തരുന്ന പുസ്തകങ്ങൾ, നമ്മളെ മോട്ടിവേറ്റ്, ഇൻസ്പയർ ചെയ്യുന്ന പുസ്തകങ്ങൾ ഒരു 2-4 പേജ് വായിക്കുക. ചിന്തകൾ എല്ലാ പുസ്തകത്തിലും കൊണ്ടുവരിക. ലിസൺ ടു റിലാക്സിങ് മ്യൂസിക്. 4ാമത്തത്, വളരെ റിലാക്സ്ഡ് ആവുന്ന, വളരെ സൂത്തിങ് ആയിട്ടുള്ള മ്യൂസിക് കേൾക്കുക. എന്നിട്ട് ശ്രദ്ധിക്കുക ആ പാട്ട് ഹെഡ്ഫോണൊക്കെ വെച്ച് കേൾക്കുക. 5, വാച്ച് കോമിക്സ്. തമാശയുള്ള സിനിമകൾ, തമാശ തരുന്ന ചെറിയ ചെറിയ സിനിമ കട്ടിങ്ങുകൾ, അല്ലെങ്കിൽ കോമഡി പ്രോഗ്രാംസ്. ഇത് ഫ്രീ ടൈം കിട്ടുമെല്ലാം ഇത് കാണുക. ഹാപ്പിനെസ്സിലേക്ക് കൊണ്ടുപോകുക മനസ്സിനെ, ശരീരത്തിനെ. 5 കാര്യങ്ങളാണ്. മെഡിറ്റേഷൻ ചെയ്യുക, സൈലന്റ് വാക്സ് നടത്തുക,
കാമിങ് ആയിട്ടുള്ള പുസ്തകങ്ങൾ, നല്ല നമ്മളെ മോട്ടിവേറ്റ് ഒത്തിരി പുസ്തകങ്ങളുണ്ട്. അത് ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. ആ പുസ്തകങ്ങൾ വായിക്കാം. 4 ലിസൺ ടു റിലാക്സിങ് മ്യൂസിക് കേൾക്കുക. 5 വാച്ച് കോമിക്സ്, തമാശ കാര്യങ്ങളെല്ലാം കേൾക്കുക, കാണുക, ഹാപ്പി ആയിട്ടിരിക്കുക. ട്രെയിൻ യുവർ ബ്രെയിൻ ടു തിങ്ക് ലെസ്. ഓവർ തിങ്ക് എന്ന സാധനത്ത് ഇതെല്ലാം ചെയ്ത് നിങ്ങൾ പയ്യെ പയ്യെ തിങ്ക് പാറ്റേൺ അങ്ങോട്ട് പൊട്ടിച്ച് കളയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് പുതിയ ന്യൂറൽ പാത്വേസ് നിങ്ങളുടെ ബ്രെയിനിൽ ഫോം ചെയ്യുന്നുണ്ടാവും. ഓൾറെഡി നിങ്ങളുടെ ഉള്ളിൽ കഴിഞ്ഞ കുറെ കാലം കൊണ്ട് ന്യൂറൽ പാത്വേസ്, ഈ എന്താണ് ഓവർ തിങ്കിങ് ന്യൂറോൺസ് കംപ്ലീറ്റ് ഒരു പാത്വേസ് ക്രിയേറ്റ് വെച്ചിട്ടുണ്ട് ഇവിടെ. അതിനെല്ലാം ഓവർകം ചെയ്യണമെങ്കിൽ പുതിയ ന്യൂറൽ പാത്വേ ഫോം ചെയ്യണം. ശാന്തമായിട്ടുള്ള മെഡിറ്റേറ്റ് ചെയ്ത് പുതിയ പുതിയ ന്യൂറൽ പാത്വേ ഫോം ചെയ്യും. പയ്യെ ഈ പഴയ സാധനങ്ങളെല്ലാം തന്നെ മറഞ്ഞുകൊണ്ട് പോകും. ഓവർ തിങ്കിങ് പയ്യെ പയ്യെ മാറ്റം വരും. ഒരു ഉറപ്പ് തരാം, ഓവർ തിങ്കിങ് ജസ്റ്റ് ഒരു ഹാബിറ്റ് ആയിരുന്നു, അത് ഓവർ തിങ്കിങ് ആയിട്ട് മാറിയതാണ്. അതിന് നിങ്ങൾക്ക് വീണ്ടും തിരിച്ച് പിടിക്കാം, മാറ്റാം, പോസ്റ്റ് മാറാം. റെഡി? റെഡിയാണോ? ഫൈനൽ തോട്ട് 5 പറയാം. ഓവർ തിങ്കിങ് ഒരു സ്വഭാവമാണ്, ഹാബിറ്റ് ആണ്. എപ്പോഴും മനസ്സിലാക്കുക, ഇതൊരു സ്വഭാവമാണ്. ചിന്തിക്കുക എന്നുള്ള എൻ്റെ ഒരു സ്വഭാവമാണ്, എൻ്റെ ഒരു നേച്ചറാണ്. മാറ്റാൻ പറ്റും. ഇറ്റ് ക്യാൻ ബി റീപ്രോഗ്രാംഡ്. നമ്മൾ സിസ്റ്റം റീപ്രോഗ്രാം ചെയ്യുന്ന പോലെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇന്ന് റീപ്രോഗ്രാം ചെയ്യാൻ, പ്രൊവൈഡഡ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. 3, ക്യാച്ച് ഇറ്റ്. മനസ്സിലാക്കുക, ഓവർ തിങ്കിങ് ആണെന്നുള്ള ചിന്ത വേണം, എന്ന് പറഞ്ഞിട്ട് അവയർനെസ് വേണം. മനസ്സിലാക്കുക. ഷിഫ്റ്റ് ഫോക്കസ്. നിങ്ങളുടെ ഫോക്കസ് എത്രയും പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യാൻ പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക, പെട്ടെന്ന് പ്രാക്ടീസ് ചെയ്യുക. ഷിഫ്റ്റ് ഫോക്കസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഏതെങ്കിലും കൂട്ടുകാർ സ്ഥിരമായിട്ട് ഈ നെഗറ്റീവ് പറയുന്ന ഒരു കൂട്ടുകാരനുണ്ട്. ഒരിക്കലും അവനെ പിരിയാൻ പറ്റില്ല, മറിക്കാൻ പറ്റില്ല. പക്ഷെ പുള്ളി പറയുന്ന കംപ്ലീറ്റ് നെഗറ്റീവ് തോട്ട്സ് ആണ്. അവനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് ഓർത്ത് അങ്ങനെ കേട്ടിരിക്കുന്ന ആൾക്കാർ കൂട്ടത്തിലില്ലേ? ഇല്ലേ? വിഷമങ്ങളായിരിക്കും പറയാം. പക്ഷെ ആ പ്രശ്നമാടി, ഈ പ്രശ്നമാടി, അങ്ങനെ ഇങ്ങനെ, ഭർത്താവ് ഇന്നലെ എന്നെ തല്ലി, അതാണ് ഇതാണ്, ചെറുക്കൻ ചോറ് കഴിച്ചില്ല, ഞങ്ങൾക്ക് ദേഷ്യം വന്നു, ഞാൻ ചോറെടുത്ത് എറിഞ്ഞു, ഞാൻ പെണ്ണ് മൊബൈൽ എടുത്ത് കളിക്കുക, ഞാൻ മൊബൈലിൽ നിന്നെടുത്ത് പൊട്ടിച്ചു, ഈ സാധനത്തിലൊക്കെ പറയുന്ന ആൾക്കാർ. അപ്പൊ നമ്മളതെല്ലാം കേൾക്കുവാണല്ലേ, കേട്ടാൽ അത് ശരിയാകൂടി, അത് ശരിയാവും. അപ്പൊ നമ്മൾ അറിയാതെ സിമ്പത്തൈസ് ചെയ്യുകയാണ്. കാരണം അവൾക്ക് ബുദ്ധിമുട്ടായാലോ ഞാൻ കട്ട് ചെയ്ത് പോയാൽ, ഈ രീതിയിൽ. അപ്പൊ ഇന്ന് മുതൽ ആ സംസാരത്തെ പെട്ടെന്ന് അങ്ങോട്ട് മാറ്റാനായിട്ടുള്ള ബുദ്ധി ഉപയോഗിക്കുക. ഒരു ബന്ധമില്ലാത്ത കാര്യത്തിൽ നീ ഡൽഹിയിലെ ഇലക്ഷനെ കുറിച്ച് അറിഞ്ഞോ? അപ്പൊ പൊളിറ്റിക്സ് കുറിച്ച് ഒരു ബോധമില്ലാത്ത പെണ്ണുണ്ടെങ്കിൽ എന്താ എന്താ ആ ഡൽഹിയിൽ ഒന്നും പറയണ്ട, ഞാൻ നോക്കിയിട്ട് ഇപ്പൊ തന്നെ വിളിക്കാതെ നമ്മൾ കട്ട് ചെയ്യാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിങ്ങൾ പെട്ടെന്ന് അധികം അങ്ങോട്ട് ഒളിച്ചുകൂടുക. ഇങ്ങനത്തെ കുറെ ഫ്രണ്ട്സ് നമുക്കില്ലേ? കാരണം നമ്മുടെ നല്ല ചെവിയാണെന്നുണ്ടെങ്കിൽ ഈ സാധനം കൂടിക്കൊണ്ടേയിരിക്കും. നമ്മുടെ വലിയ ചെവിയാണെന്നുണ്ടെങ്കിൽ, കേൾക്കാനായിട്ട് ആളാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. നമ്മളെ ഭയങ്കരമായിട്ട് ബാധിക്കും. ഓവർ തിങ്കിങ്ങിലേക്ക് ഈ സാധനം കൊണ്ടുപോകും. ശരിയല്ലേ? അതുകൊണ്ട് ഓവർ തിങ്ക് ഒരു ഹാബിറ്റാണ്. അത് പ്രോഗ്രാം ചെയ്യാം, അതിന് മനസ്സിലാക്കുക, ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യുക, ടേക്ക് ആക്ഷൻ. ചെറിയ ചെറിയ സ്റ്റെപ്സ് എടുത്ത് അതിനങ്ങോട്ട് മാറ്റുക, ചാടുക, രക്ഷപ്പെടുക. റെഡി? ശരിയാണോ? ഞാൻ ഓടിച്ചിട്ട് 8 കാര്യം പറഞ്ഞ് ഓടിച്ചിട്ടെന്ന് പറയാം. ഒന്നാമത് ഞാൻ സംസാരിച്ചത് ബ്രിങ് അവയർനെസ് ടു ഓവർ തിങ്കിങ്. ഓവർ തിങ്കിങ്ങിന് നിങ്ങൾക്ക് മനസ്സിലാക്കി ഇത് ഓവർ തിങ്കിങ് ആണ് എന്ന് ആദ്യം മനസ്സിലാക്കുക. 2, ഷിഫ്റ്റ് ഫോക്കസ് ടു പ്രസന്റ് മൊമെന്റിലേക്ക് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക. ഈ സമയത്ത് ജീവിക്കാനായിട്ട് നോക്കുക. അതിന് ചെയ്യുന്ന 3 കാര്യങ്ങൾ: ഡീപ് ബ്രെത്ത് എടുക്കുക, ഗ്രൗണ്ട് യുവർ സെൽഫ്, എൻഗേജ് യുവർ സെൻസസ്. ഈ 3 കാര്യങ്ങൾ ചെയ്യുക. 3 സംസാരിച്ചത് റെഡ്യൂസ് ഇൻഫർമേഷൻ ഓവർലോഡ്. ഒരുപാട് ഇൻഫർമേഷൻ കിട്ടുന്ന സമയമാണ്. അതിൽ എന്ത് ചെയ്യണം? സെറ്റ് ഫ്രീ ടൈം, നിങ്ങളുടെ സ്ക്രീൻ ഫ്രീ ടൈം സെറ്റ് ചെയ്യുക. അൺഫോളോ യുവർ ഫ്രണ്ട്, നിങ്ങളുടെ ഫ്രണ്ട്സിനെ അൺഫോളോ ചെയ്യുക. ഫോക്കസ് ഓൺ വാട്ട് ട്രൂലി മാറ്റേഴ്സ്. എന്താണ് യഥാർത്ഥമായിട്ടുള്ളത്, എന്താണ് എനിക്ക് ഗുണമുള്ളത്, ഈ കാര്യങ്ങളിലേക്ക് ചിന്ത കൊണ്ടുപോകുക. 4, റീഫ്രെയിം നെഗറ്റീവ് തോട്ട്സ്. നിങ്ങൾ നെഗറ്റീവ് തോട്ട്സിനെ റീഫ്രെയിം ചെയ്യുക, ചലഞ്ച് ചെയ്യുക. ആ നെഗറ്റീവ് തോട്ട്സ് വരുമ്പോൾ ഞാൻ ചെയ്ത് നോക്കട്ടെ, ശരിയാവും, ഞാൻ നോക്കട്ടെ, ഈ രീതിയിലുള്ള സംസാരം നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കാം, ചലഞ്ച് ചെയ്യാം. 5, ടേക്ക് ആക്ഷൻ. എത്രയും പെട്ടെന്ന് ചെറിയൊരു സ്റ്റെപ്പ് എടുത്ത് തുടങ്ങുക, കാത്തിരിക്കാതെ, നല്ല മുഹൂർത്തം നോക്കിയിരിക്കാതെ. 6, ബ്രേക്ക് ദ പാറ്റേൺ. നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് പെട്ടെന്ന് ചേഞ്ച് ചെയ്യുക. ടേക്ക് എ വാക്ക്, ഡാൻസ്, ബ്രീത്ത്. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യുക. പെട്ടെന്ന് ആ ചിന്തയിൽ നിന്നും ചിന്തയെ അങ്ങോട്ട് മാറ്റുക. 7, പ്രാക്ടീസ് ലെറ്റ് ഗോ പ്രാക്ടീസ്. ഭയങ്കരമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഹി വിൽ ടേക്ക് കെയർ. പ്രപഞ്ചം നോക്കിക്കോളും, ദൈവം നോക്കിക്കോളും. നമ്മൾ പലരെയും കൂട്ടം ദൈവവിശ്വാസികളാണ് അല്ലെ? പക്ഷെ നമ്മൾ ഒരിക്കലും വിശ്വസിക്കുന്നുണ്ടോ ദൈവം നോക്കിക്കോളൂന്ന്? ഇന്ന് മുതൽ ആ ചിന്തയിലേക്ക് കൊണ്ടുവരാം. ഹി വിൽ ടേക്ക് കെയർ. 8, ട്രെയിൻ യുവർ ബ്രെയിൻ ടു തിങ്ക് ലെസ്. ചെറിയ ചെറിയ ചിന്തകളിലേക്ക് കുറച്ച് സാധനത്തെ കൊണ്ടുവരാം ചിന്തയെ. ക്ലിയർ ആണോ? 8 കാര്യങ്ങൾ സംശയത്തിൽ ഡൗട്ട് ഉണ്ടോ? ഒന്ന് ചെക്ക് ചെയ്തേ. നിങ്ങൾ ഈ പറഞ്ഞതിൽ എന്നെ ബാധിച്ചിട്ടുണ്ട് ഓവർ തിങ്കിങ്. എൻ്റെ ഭാവി, എൻ്റെ ജീവിതത്തെ ബാധിച്ചിട്ടുണ്ട്, എൻ്റെ റിലേഷൻഷിപ്പിനെ ബാധിച്ചിട്ടുണ്ട്, എൻ്റെ ഹെൽത്തിനെ ബാധിച്ചിട്ടുണ്ട്, എൻ്റെ ഫിനാൻസ് കരിയറിനെ ബാധിച്ചിട്ടുണ്ട് എന്ന് തിരിച്ചറിയണം ആദ്യമായി. പ്രസീത, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ നോക്കിയേ. അൺമ്യൂട്ട് ചെയ്തോ? പ്രസീത കോഴിക്കോടല്ലേ? ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുമോ?
നല്ല അതെ, ഞാൻ കോഴിക്കോടാ. അതെ, ആ കോഴിക്കോടാണ് നല്ല സ്ഥലം. ഓവർ തിങ്കിങ് ഉള്ള ഒരാളല്ലേ? ആ, ഓവർ തിങ്കിങ് ഉണ്ട്. അപ്പൊ എത്ര ഉണ്ട് ചെക്ക് ചെയ്യുക. ഈ പറഞ്ഞ 8 കാര്യങ്ങൾ ചെയ്ത് ഇന്ന് മുതൽ ഓവർ തിങ്കിങ് മാറ്റാം. ഹാപ്പി ആയിട്ടിരിക്കും എപ്പോഴും. ഉം. പാട്ട് കേൾക്കാൻ ഇഷ്ടമാണോ? ആ, പാട്ട് കേൾക്കാൻ ഇഷ്ടം. എന്ത് തരം കൂടുതൽ പാട്ടൊക്കെ കേൾക്കണേ? മെലഡി സോങ്, ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട്? റൊമാൻറ്റിക് മെലഡി. സാഡ് സോങ്സ് അല്ലേ? ഉം. അപ്പൊ ഇന്ന് മുതൽ മാറ്റാം. ഇത് ഇഷ്ടമാണോ നമ്മുടെ ആ, ഇല്ലേ നമ്മുടെ എന്താണ് അഴകേ അങ്ങനത്തെ പാട്ടൊക്കെ ഇല്ലേ? ആ, അതുപോലെ അങ്ങനത്തെ ലോ മെലഡി ആയിട്ടുള്ള പാട്ടുകൾ, അതായത് എനർജി ലോ ആയിട്ടുള്ള മെലഡി അല്ലെങ്കിൽ സാഡ് സോങ്സ്, ഇത് കേൾക്കുന്ന ആൾക്കാർ ചെക്ക് ചെയ്യുക. നിങ്ങൾ അറിയാതെ നിങ്ങൾ സാഡ്നെസ്സിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഹാപ്പിനെസ് തരുന്ന പാട്ടുകൾ കേൾക്കുക, അഡ്രിനാലിൻ പമ്പ് ചെയ്ത പാട്ടുകൾ കേൾക്കുക, നല്ല സൂത്തിങ് ആയിട്ടുള്ള മ്യൂസിക്കുകൾ കേൾക്കുക. നിങ്ങളുടെ മൊത്തം കാര്യം മാറ്റം വരുത്താം. നമ്മുടെ സംസാരത്തെ എപ്പോഴും സങ്കടപ്പെടുത്തുന്ന സംസാരം നമ്മൾ അറിയാതെ വാക്കുകൾ ഉപയോഗിക്കേണ്ടത് ചെക്ക് ചെയ്യുക. നമ്മളെ വിഷമങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് ചെക്ക് ചെയ്യുക. നമ്മൾക്ക് പറ്റിപ്പോയ കുഴപ്പം നമ്മൾ പല ആൾക്കാർ പറയുന്നത് ചെക്ക് ചെയ്യുക. എപ്പോഴും നമ്മുടെ വിഷമങ്ങൾ നമ്മൾ മറ്റുള്ളവർ പറയുന്നത് ചെക്ക് ചെയ്യുക. ഇതൊക്കെ നിങ്ങൾക്ക് വീണ്ടും 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 ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടേയിരിക്കും. ക്ലിയർ ആണോ സുമേഷ് ഷാജു? അതെ അതെ, ക്ലിയറാ. ഗ്രേറ്റ്. അപ്പൊ ഈ രീതിയിൽ കാര്യങ്ങൾ മാറ്റം വരുത്താം. നിങ്ങൾ ഓർത്തിങ് വളരെ വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ്. ഞാൻ പണ്ട് ഇതിന്റെ ചെറിയ ഭാഗം പറഞ്ഞാൽ കുറച്ച് ചെറിയ കാര്യത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട്, 8-9 പോയിന്റ്. അതാണ് നമ്മൾ ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്ത് സംസാരിച്ചാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഉണ്ടായിരുന്ന ആളാണ് എനിക്ക് ഓവർ തിങ്കിങ്. അതിനൊക്കെ ഞാൻ ഓർക്കം ചെയ്തതാണ്. ഇന്നും ഉണ്ട് അത് പലപ്പോഴായിട്ട്. ഞാൻ വീണ്ടും ഓർക്കം ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊരു പാറ്റേൺ ആയിട്ട് മാറിയിരിക്കുന്നുണ്ട് പല ആൾക്കാരും. റെഡി? ബ്യൂട്ടിഫുൾ. അപ്പൊ ഇന്നത്തെ ഈ ഒരു ക്ലാസ് എന്താണ് മാഡം പറയൂ. ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടല്ലോ ഗിരിജ മാഡം. ഫിയർലെസ് സോൾ എന്ന് പറഞ്ഞുണ്ട് യൂട്യൂബിൽ ഒരു സോങ് ഉണ്ട്, ഒരു ഗ്രൂപ്പ് ഓഫ് സോങ്സ്. ആ ഭയങ്കരമായിട്ട് അഡ്രിനലിൻ പമ്പ് ചെയ്യുന്ന ഒരു സോങ്, കുറെ സോങ്സ് ആണ്. അടിപൊളി. എന്താണ് ആ പേര്? അത് ഫിയർലെസ് സോൾ, FEARLESS ഓക്കെ. SOUL. അത് കേട്ടാൽ മാത്രം പോയാൽ അതിലുള്ള വേർഡിങ്സ്, ലിറിക്സ് മുഴുവൻ എങ്ങനെ എഴുതി കാണിക്കും സ്ക്രീനിൽ. ഞാൻ ചെക്ക് ചെയ്തിട്ട് ഇപ്പൊ തന്നെ ഒന്ന് ഫിയർലെസ്. ചെക്ക് ചെയ്ത് നോക്കൂ. ഒരുപാട് സോങ്സ് ഉണ്ട്. വെരി ഗുഡ്, സൂപ്പർ. ഡാൻസ് കളിക്കും മാഡം കേട്ടിട്ട്? ഡാൻസ് കളിക്കാൻ ഇന്നത്തെ കണ്ടീഷനിൽ പറ്റൂല. ശരി, ഗ്രേറ്റ്. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പലപ്പോഴും ആരും വിളിച്ച് പറഞ്ഞു, ഞാനിങ്ങനെ മൂകാംബിപ്പോട്ട് തിരിച്ചു വരുന്ന വഴിക്ക് കംപ്ലീറ്റ് ബഹളായിരുന്നു പോകും വണ്ടി കയറുന്നത്. പാട്ടുകളും ഡാൻസ് കളിക്കും. അപ്പൊ വൈഫ് പറയും സൗണ്ട് സൗണ്ട് കേട്ട് അങ്ങനെ ആ മൂഡ് എപ്പോഴും. കാരണം ക്ഷീണേ അറിയത്തില്ല. 750 കിലോമീറ്റർ ഒറ്റ സ്ട്രെച്ചിൽ ഡ്രൈവ് ചെയ്ത വണ്ടി. ഒറ്റ സ്ട്രെച്ച് വണ്ടി ഓടിക്കുന്നു, പാട്ട് പാടുന്നു, ബഹളം വയ്ക്കുന്നു, ഇടയ്ക്ക് ചായ കുടിക്കുന്നു, വീണ്ടും പേരയ്ക്ക് മരിച്ച് കഴിക്കുന്നു. അങ്ങനെ മൊത്തം വേറെ എന്ത് ചിന്ത, വേറെ ചിന്തകളൊന്നും വരാൻ സമ്മതിച്ചില്ല ആ സമയത്ത്. ക്ലിയർ? പറയൂ ഷമില, എന്താണ്? ഈ ഓവർ തിങ്കിങ്ങിന്റെ ക്ലാസ് സാർ നേരത്തെ എടുത്തിട്ടുണ്ട്. ഉണ്ട്. അപ്പം നോട്ട്സ് എഴുതിയിട്ടുണ്ടല്ലോ. അപ്പൊ ഇപ്പൊ നമ്മള് ജീവിതത്തിൽ പല മാറ്റങ്ങളും വരുത്തിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ എനിക്കൊരു ബാഡ് ഹാബിറ്റ് ഉണ്ടായിരുന്നേ. ഈ ചിന്ത കയറുമ്പം ഞാൻ പോലും അറിയാതെ നഖം കടിക്കും. അപ്പൊ എന്റെ ഓട്ടോഗ്രാഫിൽ 10ൽ ഓട്ടോഗ്രാഫിൽ ഒരു കൂട്ടുകാരി എഴുതി തന്ന, നീ ഇന്റെ നഖത്തിന്റെ നീളം ഇനിയെങ്കിലും കൂട്ടാതെ. പക്ഷെ ഇതുവരെ എനിക്കത് പ്രാക്ടിക്കൽ ആക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇപ്പൊ ഈ സ്കൂളിൽ പോകാൻ തുടങ്ങിയ പിന്നെ എന്റെ നഖം വളർന്നു. കാര്യം എന്ന് വെച്ചാൽ ചിന്തിക്കാൻ പോയിട്ട്, ഓവർ തിങ്കിങ് പോയിട്ട് ചിന്തിക്കാൻ പോലും നേരില്ല. അത്രയും എൻഗേജ്ഡ് ആയി. സാറ് പറഞ്ഞ പോലെ എൻഗേജ്ഡ് ആകാന്ന് പറഞ്ഞാൽ അത്രത്തോളം എൻഗേജ്ഡ് ആയി, ബിസി ആയി എന്നുള്ള വേണം പറയാനായിട്ട്. ഗ്രേറ്റ്, സൂപ്പർ. കൺഗ്രാജുലേഷൻ ഷമില. ആ ജോലി ഇട്ടുകൊണ്ട് കംപ്ലീറ്റ്ലി എൻഗേജ് ആയി ഷമില. അതെ അതെ അതെ, തീർച്ചയായിട്ടും. സൂപ്പർ, താങ്ക് യു സോ മച്ച്. അപ്പൊ ഇതാണ് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ രീതിയിൽ വളരെ പോസിറ്റീവായിട്ട് ഇരിക്കുക. ഓവർ തിങ്കിങ് ഉണ്ടെങ്കിൽ ഓവർ തിങ്കിങ് ഇന്ന് മുതൽ അങ്ങോട്ട് മനസ്സിലാക്കി എടുക്കുക. ഓവർ തിങ്കിങ് കാണുന്നത് ബിനു ക്ലിയർ ആണല്ലോ. ഓവർ തിങ്കിങ് ഉള്ള ആളാണ് ബിനു. അപ്പൊ എത്രയും പെട്ടെന്ന് ബിനുവിന്റെ ഓവർ തിങ്കിങ് മാറി വളരെ പോസിറ്റീവ് ആവട്ടെ കാര്യങ്ങൾ. ഗംഭീരമായിട്ട് ദിവസം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ ഗംഭീരമായിരിക്കട്ടെ. നിങ്ങൾ ആഗ്രഹിച്ച പോലെ ജീവിതം ആയിരിക്കട്ടെ. പോസിറ്റീവ് വാർത്തകൾ സംഭവിക്കട്ടെ. ന്യൂസ് ചെയ്യുക. നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുക മറ്റു ആൾക്കാരെ. അപ്പൊ ഒന്ന് അൺമ്യൂട്ട് ചെയ്തതിനു ശേഷം മറ്റു ആൾക്കാരെ അപ്രീഷിയേറ്റ് ചെയ്യുക. കൺഗ്രാറ്റുലേഷൻസ് ഫോർ എ മാജിക്കൽ ലൈഫ്. മറ്റു ആൾക്കാരെ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ഗിവിംഗ് ടേക്കിംഗ് ബ്ലെസ്സിങ്സ്. സുന്ദരായിരിക്കട്ടെ. വീക്കെൻഡ് അടിച്ചു പൊളിക്കുക. നമുക്ക് തിങ്കളാഴ്ച രാവിലെ കാണാം. നാളെ ചെറിയൊരു അസൗകര്യം ഉണ്ട്. ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ ഇന്ന് അറിയിക്കാം നാളത്തെ കാര്യം. നാളെ വൈകിട്ട് വേറെ പ്രോഗ്രാം ഉള്ളതുകൊണ്ട് ഞാൻ ബാക്കി ഗ്രൂപ്പിൽ അറിയിക്കാം. ഓക്കെ, ലവ് യു, ടേക്ക് കെയർ,
വീക്കെൻഡ്സ് അടിച്ചു പൊളിക്കുക. ബി വിത്ത് യുവർ ഫാമിലി. എൻജോയ് ദിസ് വീക്കെൻഡ്. ബൈ ബൈ.